ഇന്ന് രാത്രിയിലും സ്തോത്രം, ഇന്നലെ രാത്രി നാം കുറിവാക്യമായി വായിച്ചതായ ആ 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 11-ാം വാക്യത്തിലേക്കും ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 22, 23, 24 വാക്യത്തിലേക്കും നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 22, 23, 24 വാക്യങ്ങൾ വായിക്കുന്നതിന് മുൻപായി 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 11-ാം വാക്യം നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഇത് ദൃഷ്ടാന്തമായി അവർക്ക് ഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. ഇത് ദൃഷ്ടാന്തമായി അവർക്ക് ഭവിച്ചു. 2 ദൃഷ്ടാന്തങ്ങളാണ് നാം സ്തോത്രം ഇന്നലെയും ഇന്നും ദൈവകൃപയാൽ കേൾക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ഏത് ദൃഷ്ടാന്തമാണ് കർത്താവിന് ഇന്ന് രാത്രി നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടുവാനുള്ളത്? കടന്നു വന്നാട്ടെ. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 22, 23, 24 വാക്യങ്ങൾ കഴിയുമെങ്കിൽ ശബ്ദമുയർത്തി വായിച്ചേ. യോസെഫ് ഫലപ്രദമായൊരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ. അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. അവർ എയ്തു അവരോട് പൊരുതു. അവൻ്റെ വില്ല് ഉറപ്പോട് നിന്നു. അവൻ്റെ ഭുജം യാക്കോബിൻ്റെ വല്ലഭൻ്റെ കയ്യാൽ ബലപ്പെട്ടു. ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ്റെ നാമത്തിൽ തന്നെ. തിരുവചനത്തിൽ ഇന്ന് രാത്രി നാം കേൾക്കുന്നതായ ഈ ദൂതിൻ്റെ തലക്കെട്ട് ഇതാണ്: ദ ഗോസ്പൽ സിംബൽ, സുവിശേഷത്തിൻ്റെ അടയാളം. ഇന്നലെ രാത്രി നാം കേട്ടത് സ്തോത്രം അതെ കൃപയുടെ അടയാളമെങ്കിൽ ഈ രാത്രി നാം കേൾക്കുന്നത് സുവിശേഷത്തിൻ്റെ അടയാളം. വാർത്താമാധ്യമങ്ങൾ ഓൺ ചെയ്യുന്നതായ സമയത്ത് അത് ടി വി ആകട്ടെ, അച്ചടി മാധ്യമങ്ങളാകട്ടെ, അനേക ഞെട്ടിപ്പിക്കുന്ന ദുഃഖകരമായ വാർത്തകളാണ് ലോകത്തിലെ എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് റിപ്പോർട്ട് ചെയ്ത് ലഭിക്കുന്നത്. കരയിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന, ആകുലതകൾ നൽകിത്തരുന്നതായ പല തിന്മയുടെ വർത്തമാനങ്ങൾ നൽകുമ്പോൾ ഇന്ന് രാത്രി വരെ നന്മയുടെ വർത്തമാനം പറയട്ടെ. അതാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം. 1 തിമോഥെയോസ് 2 പൗലോസ് അപ്പോസ്തലൻ പ്രകാരം പറഞ്ഞു: ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ വീണ്ടും അപ്പോസ്തലൻ കൊരിന്ത്യ സഭയെ നോക്കി പറഞ്ഞു: തിരുവചന പ്രകാരം യേശു കർത്താവ് പാപികൾക്ക് വേണ്ടി മരിച്ചു, തിരുവചന പ്രകാരം അടക്കം ചെയ്യപ്പെട്ടു, തിരുവചന പ്രകാരം ഉയർത്തെഴുന്നേറ്റ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് അടുത്തുകൂടാത്ത പ്രകാശത്തിൽ അധിവസിച്ചവനായ ദൈവം ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയാത്തത് കൊണ്ട് അവൻ വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരികയുണ്ടായി. നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ചത് നിങ്ങളുടെ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ പ്രിയപ്പെട്ടവരോ ദൈവദാസന്മാരോ ആരുമല്ല. സ്തോത്രം, അങ്ങ് ദൂരെ 10,000-കണക്കിന്, ദശലക്ഷക്കണക്കിന്, അതേ പ്രകാശ വർഷത്തിന് അകലെയായിരുന്ന ദൈവം നിന്നെ സ്നേഹിച്ചിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വരികയുണ്ടായി. ഏതോ നോവലിലോ സിനിമയിലോ അതേ കാണുന്നതല്ല, എഴുതിയതല്ല ഏറ്റവും വലിയ സ്നേഹം. റോമിയോ ജൂലിയറ്റിലോ രമണനിലോ അല്ലെങ്കിൽ ചെമ്മീനിലോ ഒക്കെ എഴുതിയതും സിനിമ എടുത്തതുമല്ല ഏറ്റവും വലിയ സ്നേഹം. പകരം സ്തോത്രം ദൈവം ക്രൂശിൽ വെളിപ്പെടുത്തിയതാണ് ഏറ്റവും വലിയ സ്നേഹം. ക്രൂശിൽ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുകയുണ്ടായി. അതിൻ്റെ പേരാണ് സുവിശേഷം. ആ സുവിശേഷം ദൈവത്തിൻ്റെ കൃപയാൽ സ്തോത്രം റിഫ്ലക്റ്റ് ചെയ്യുന്ന, പ്രതിബിംബിപ്പിക്കുന്ന ഒരു നല്ല മനുഷ്യനാണ് സ്തോത്രം വേദപുസ്തകത്തിൽ ഏറ്റവും അധികമായി നമുക്ക് ഇവർക്കും പരിചയമുള്ളതായ പ്രിയപ്പെട്ടതായ ഒരു യോസെഫ്. സ്തോത്രം വേദപുസ്തകത്തിൽ വളരെ പ്രിയപ്പെട്ടതായ പല ക്യാരക്ടേഴ്സ്, പല വ്യക്തിത്വങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കാം. ഈ സ്തോത്രം അത് ഗ്രൗണ്ടിലായിരിക്കുന്ന പലർക്ക് ദാനിയേൽ പ്രിയപ്പെട്ടവരായിരിക്കാം, മറ്റു ചിലർക്ക് സ്തോത്രം ശമൂവേലായിരിക്കാം, വേറെ ചിലർക്ക് ദാവീദോ അബ്രഹാമോ മോശയോ, പുതിയ നിയമത്തിൽ നിന്ന് പൗലോസോ പത്രോസോ, ആ ലിസ്റ്റ് അങ്ങനെ നീണ്ടുപോകുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്തോത്രം യേശു കർത്താവിനെ പ്രതിബിംബിപ്പിക്കുന്നതായ ഒരു വ്യക്തിത്വം അത്രേ സ്തോത്രം യോസെഫ്. ദൂത് ഇതാണ്: നിങ്ങൾ ആരാണെങ്കിലും ശരി, നിങ്ങൾ ഏത് സഭയിൽ പോകുന്നവരാണെങ്കിലും, നിങ്ങളുടെ പാസ്റ്റർ ആരാണെങ്കിലും, നിങ്ങൾ പഴയ വിശ്വാസിയാണെങ്കിലും പുതിയ വിശ്വാസിയാണെങ്കിലും, നിങ്ങൾ ചർച്ചിൻ്റെ സെക്രട്ടറി ആകട്ടെ, നിങ്ങൾ സൺഡേ സ്കൂൾ അധ്യാപകരാകട്ടെ, നിങ്ങളൊരു യൂത്ത് മീറ്റിൻ്റെ അംഗമാകട്ടെ, നിങ്ങൾ ചെറിയവരാകട്ടെ വലിയവരാകട്ടെ, സഹോദരി സഹോദരന്മാരെ
കേൾവിക്കാരാകുന്ന നിങ്ങളാകട്ടെ, പറയുന്ന ഞാനാകട്ടെ, എന്നിൽ നിന്ന് നിന്നിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്, പ്രതിബിംബിക്കുന്നത് കത്തോലിസമല്ല, CSA അല്ല, പെന്തിക്കോസ്തുമല്ല, പകരം കർത്താവ് യേശുവായിരിക്കണം. ഈ തലമുറയിൽ യേശുവിൻ്റെ പത്രങ്ങളായി ജീവിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. 4 സുവിശേഷത്തിൻ്റെ അടയാളങ്ങളെ എസെക്കിയേൽ 1:10 നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അത് തന്നെ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ കാണുവാൻ കഴിയും. 4 മുഖങ്ങൾ, 4 ഫേസസ് ഓഫ് ദ ഗോസ്പൽ. സുവിശേഷത്തിൻ്റെ 4 അടയാളങ്ങൾ എന്ന് പറയാം, അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ ചിഹ്നങ്ങൾ എന്ന് പറയാം. 1-ാമത്തെ മുഖം സ്തോത്രം സിംഹമുഖമാണ്, 2-ാമത്തെ മുഖം കാളമുഖമാണ്, 3-ാമത്തത് മനുഷ്യമുഖമാണ്, 4-ാമത്തത് കഴുകുമുഖമാണ്. അതേ ഓർഡറിൽ തന്നെ പുതിയ നിയമത്തിൽ കാണാം സിംഹമുഖം എന്ന മത്തായി സുവിശേഷം. മത്തായി സുവിശേഷത്തിൽ യേശു കർത്താവ് രാജാക്കന്മാരുടെ രാജാവാണ്, യഹൂദ ഗോത്രത്തിലെ സിംഹമാണ്. മർക്കോസ് സുവിശേഷത്തിൽ അനുസരണയുള്ള ദാസനാണ്. ഈ തലമുറയിൽ തലക്കനമില്ലാതെ 100% കർത്താവിനെ അനുസരിക്കുന്ന ദാസന്മാരും ദാസിമാരുമായി തീരുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. 3-ാമത് പിതാവായ ദൈവത്തിൻ്റെ പൂർണ്ണഹിതം അങ്ങേയറ്റം നിവർത്തിച്ച ഗോഡ്ലി മാൻ, ദൈവ പുരുഷനായി അതേ സ്തോത്രം മനുഷ്യമുഖം പ്രതിബിംബിക്കുന്നു. 4-മതായി മുഖമുള്ളവനായി കഴുകൻ ഏറ്റവും ഉയരത്തിൽ പറക്കുന്നത് പോലെ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ള സ്തോത്രം ദൂതമായി യോഹന്നാൻ സുവിശേഷം അത് വെളിപ്പെടുന്നു. നിങ്ങൾ സ്തോത്രം പറയുന്നെങ്കിൽ എനിക്ക് മനസ്സിലാകും, നിങ്ങൾക്ക് മനസ്സിലായെന്ന്. മത്തായി സുവിശേഷത്തിൽ യേശു രാജാവെങ്കിൽ, മർക്കോസ് സുവിശേഷത്തിൽ അവൻ ദാസനെങ്കിൽ, ലൂക്കോസ് സുവിശേഷത്തിൽ അവൻ സമ്പൂർണ്ണ മനുഷ്യനെങ്കിൽ, യോഹന്നാൻ സുവിശേഷത്തിൽ അവൻ സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനത്രേ. സ്തോത്രം. എന്നാൽ 4 എഴുതപ്പെട്ട സുവിശേഷങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു എങ്കിൽ 2025 ഈ നവംബർ മാസത്തിൽ വന്നെത്തിയിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നടക്കുന്ന സുവിശേഷങ്ങളായി, ചലിക്കുന്ന സുവിശേഷങ്ങളായി, ഒരു 5-ാം സുവിശേഷമായെങ്കിൽ ജീവിതം സഫലമായി. സുവിശേഷം പ്രസംഗിക്കാനുള്ളതല്ല, സുവിശേഷം കേൾക്കാനുള്ളതല്ല, പകരം സുവിശേഷം ജീവിക്കാനുള്ളതത്രേ. നിങ്ങളുടെ ജീവിതം കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. മുള്ളുകളെ ഇടയിലെ താമര പോലെയായിരിക്കാം നിങ്ങൾ. പെരുങ്കാറ്റും കൊടുങ്കാറ്റും നിങ്ങൾ കണ്ടവരാണ്, തീയിലൂടെ വെള്ളത്തിലൂടെ നിങ്ങൾ കടന്നുപോയവരാണ്. പക്ഷെ നിങ്ങൾ തുലഞ്ഞു പോകാത്തത് നിങ്ങളോട് കൂടെ ഒരു കർത്താവ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. യേശു കർത്താവ് എന്നെ എന്തെങ്കിലും വിളിച്ചിരിക്കുന്നത് സുഖിയന്മാരായിട്ടല്ല, സുഖിക്കുന്ന ഒരു ജീവിതത്തിന് വേണ്ടിയല്ല. നിനക്ക് കഷ്ടങ്ങളുണ്ട്, നിനക്ക് വെല്ലുവിളിയുണ്ട്, നിനക്ക് പ്രശ്നങ്ങളുണ്ട്. യെശയ്യാപ്രവചനം 43-ാം അധ്യായം 2-ാം വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ വെള്ളത്തിലൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ തീയിലൂടെ നടക്കുമ്പോൾ വെന്തു പോകുകയില്ല, അഗ്നി ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഇന്ന് രാത്രി വെല്ലുവിളികളുടെ പോകുന്ന ആരൊക്കെയോ എന്നെ കേൾക്കുന്നു. കണ്ണുനീർ താടവേലയായിരിക്കുന്നവരെ, കടഭാരങ്ങളിൽ തകർക്കപ്പെട്ടിരിക്കുന്നവരെ, നിന്ദയിലും അപമാനത്തിലുമായിരിക്കുന്നവരെ, അവഹേളനത്തിൽ മുങ്ങിത്താഴുന്നവരെ, ഈ രാത്രി തീയിലും വെള്ളത്തിലും നീ ആയിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞത് ഞാൻ ഗബ്രിയേലിനെ അയക്കാം, അല്ലെങ്കിൽ മിഖായേലിനെ അയക്കാം എന്നല്ല. നീ തീയിലൂടെ വെള്ളത്തിലൂടെ പോകുമ്പോൾ പാസ്റ്ററെയോ പ്രവാചകനെയോ അയക്കാം എന്നല്ല ദൈവം പറഞ്ഞത്. ദൂതനെ അയക്കാമെന്നല്ല, ദൈവദാസന്മാരെ അയക്കാമെന്നല്ല. സർവശക്തനായ ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ധൈര്യമായിരിക്കും. സുവിശേഷത്തിന് വേണ്ടി നിങ്ങൾ നിൽക്കുന്നു എങ്കിൽ, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ യേശുവിന് വേണ്ടി നിങ്ങൾ നിൽക്കുന്നു എങ്കിൽ, ഏതോ പ്രാസിംഗിന് വേണ്ടിയല്ല, ഏതോ നേതാവിന് വേണ്ടിയല്ല, ഏതോ പ്രസ്ഥാനത്തിന് വേണ്ടിയല്ല, പകരം സ്തോത്രം ചരിത്രത്തെ 2ആയി വിഭജിച്ച ചരിത്ര പുരുഷനാകുന്ന ദൈവത്തിൻ്റെ പുത്രനാകുന്ന യേശുവിന് വേണ്ടി നിങ്ങൾ നിൽക്കുന്നു എങ്കിൽ നിങ്ങൾ ഒരിക്കലും തകർന്നു പോകത്തില്ല. ദൈവകൃപയാൽ നിങ്ങൾ ഉയർത്തപ്പെടും, നിങ്ങൾ മാനിക്കപ്പെടും. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ഈ രാത്രി അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം കൊടുത്താട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് നടന്നാലും, അത് കുടുംബത്തിൽ നടക്കുന്ന വിവാഹങ്ങളാകട്ടെ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമാകട്ടെ, ശുശ്രൂഷകളാകട്ടെ, വീട് വയ്ക്കുന്നതാകട്ടെ, വിദേശ യാത്രകളാകട്ടെ, എന്ത് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നാലും, അത് താഴ്ചകളായാലും ഉയർച്ചയായാലും, അത് സുഖമായാലും ദുഃഖമായാലും, അത് വിലാപമായാലും വിടുതലായാലും, നിങ്ങളിലൂടെ വെളിപ്പെടേണ്ടത് ക്രിസ്തു തന്നെ ആയിരിക്കട്ടെ. സെന്റ് ഫ്രാൻസിസ് അസീസി എന്ന ദൈവത്തിന്റെ ദാസൻ ഇവണ്ണം പറഞ്ഞു, preach the gospel if necessary
necessary, use the words. Preach the gospel. If necessary, use words. അർത്ഥം, സുവിശേഷം പ്രസംഗിക്ക്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാക്കുകൾ പ്രസ്താവിക്ക്. അതെ, സുവിശേഷം പ്രസംഗിക്ക്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാക്കുകളെ ഉപയോഗിക്ക്. അതിനർത്ഥം എന്താണ്? കണ്ടക്ഷോഭമല്ല സുവിശേഷം, പകരം ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നതാണ് സുവിശേഷം. ഹല്ലേലൂയ. കണ്ടക്ഷോഭമല്ല സുവിശേഷം, ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നതാണ് സുവിശേഷം. തുറച്ചു നോക്കുന്ന സാത്താന്റെ മുൻപിൽ നീ എന്താകുമെന്ന് കാത്തിരിക്കുന്ന ജനതയുടെ നടുവിൽ കോംപ്രമൈസ് ഇല്ലാതെ, തീയിൽ തണുപ്പില്ലാത്തതുപോലെ കമാൺ, ഈ തലമുറയിൽ കയറി വാ, നമുക്ക് ഒരുമിച്ച് ജീവിച്ച് കാണിക്കാം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും അത്രേ. സുവിശേഷത്തിന് വേണ്ടി നിന്ന് നോക്ക്, നിങ്ങൾ ഒരിക്കലും തുലഞ്ഞു പോകത്തില്ല. സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്നെങ്കിൽ നിങ്ങൾ മനുഷ്യന്റെ വകയല്ല, നിങ്ങൾ ദൈവത്തിന്റെ വകയാണ്. ഒരു ഇലക്ഷന്റെ വാതിക്കലാണ് നാം എത്തിയിരിക്കുന്നത്. സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്നു എങ്കിൽ നിങ്ങൾ സ്തോത്രം, അതേ കർത്താവിന്റെ സിംബലാണ്. ടൈറ്റാനിക് സമുദ്രത്തിലേക്ക്, വെള്ളത്തിലേക്ക് ഇറക്കുമ്പോൾ ആ കപ്പലിന്റെ ഉടമസ്ഥനും കപ്പിത്താനും ഇവണ്ണം പറഞ്ഞു, ദൈവം വിചാരിച്ചാൽ പോലും ടൈറ്റാനിക്കിനെ പൊട്ടിക്കുവാൻ കഴിയത്തില്ല. അത്ര ബലമുള്ള കപ്പലായിരുന്നു ടൈറ്റാനിക്കിൽ എല്ലാ സുഖവും സൗകര്യവുമുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പേയാട് ദേശമേ, ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന പള്ളിമുക്ക് ദേശമേ, അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്ക് പണമുണ്ട്, എനിക്ക് ത്രാണിയുണ്ട്, എനിക്ക് സ്വാധീനമുണ്ട്, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ ചോദ്യം ഇതാണ്, നിനക്ക് യേശു ഉണ്ടോ? നിന്റെ ജീവിതത്തിൽ യേശുണ്ടോ? യേശുമായി നീ കണക്ട് ചെയ്തിരിക്കുന്നുവോ? ഓ, ടൈറ്റാനിക് എന്ന വലിയ കപ്പൽ ഉറപ്പുള്ള കപ്പലായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ ദൈവം ഉണ്ടായിരുന്നില്ല. യുവാവേ, നിന്റെ ജീവിതത്തിൽ ദൈവമില്ലെങ്കിൽ, ഓ യുവതിയെ, നിന്റെ ജീവിതത്തിൽ കർത്താവായ യേശുവില്ലെങ്കിൽ നീ പോകുന്നത് അനർത്ഥത്തിലേക്കാണ്, അപകടത്തിലേക്കാണ്. ദൈവത്തെ മാറ്റി നിർത്തി ടൈറ്റാനിക് കപ്പലിനെ വെള്ളത്തിലേക്ക് ഇറക്കി. ഒന്നാമത്തെ യാത്രയിൽ തന്നെ എതിരെ വന്നതായ ഐസ് പാളിയിൽ ഇടിച്ചു തകർന്ന് അത് ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോയി. അതെ, ദൈവം ഇല്ലാത്ത പദ്ധതികൾ, ദൈവമില്ലാത്ത പ്രോജക്റ്റ് അത് മുങ്ങിത്താണ് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വിരിമാറിൽ കിടക്കുമ്പോൾ എനിക്ക് വേറൊരു പദ്ധതിയെ ഈ വിശുദ്ധ പുസ്തകത്തിൽ അറിയാം. നോഹയുടെ പെട്ടകം അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. നോഹയുടെ പെട്ടകത്തിൽ അതേ ടൈറ്റാനിക്കിനെ പോലെ വലിയ സൗകര്യങ്ങളില്ലായിരുന്നു, പക്ഷേ അതിൽ ദൈവമുണ്ടായിരുന്നു. ഇന്ന് രാത്രിയും ദൈവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമാൻ, ദൈവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാത്രി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. നീ തുലഞ്ഞു പോകാത്തത് നീ എടുത്ത വാക്സിനേഷൻ കൊണ്ടല്ല, ദൈവം നിന്നിൽ ഉള്ളത് കൊണ്ടാണ്. നീ കഴിച്ച ആഹാരം കൊണ്ടല്ല, നിന്റെ കണക്ഷൻസ് കൊണ്ടല്ല, നിന്റെ നെറ്റ്വർക്ക് കൊണ്ടല്ല, പകരം ദൈവം നിന്നിൽ ഉള്ളത് കൊണ്ടാണ്. അതേ, നോഹയുടെ പെട്ടകം വെള്ളത്തിൽ ഉലഞ്ഞപ്പോൾ ആ പെട്ടകത്തിലുള്ള 7 പേർ എട്ടാമനായി നോഹയോട് ചോദിച്ചു കാണാം, പാപ്പാ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? പാപ്പയ്ക്ക് അറിയത്തില്ല എങ്ങോട്ടാ. ഒലഞ്ഞ് അതേ, അത് ഉയരങ്ങളിലേക്ക് പോകുകയാണ്. ഉലയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ യാത്ര താഴേക്കല്ല. പള്ളിമുക്ക് കാണട്ടെ, തിരുമല മുതൽ സ്തോത്രം അതേ കാട്ടാക്കട വരെയുള്ള ജനം എൻ്റെ മുൻപിൽ ഇന്ന് രാത്രി വന്നിരിക്കുമ്പോൾ നിന്നെ തുറിച്ചു നോക്കുന്ന എൻ്റെ അയൽവാസികളും ബന്ധുക്കളും ചാർച്ചക്കാരും കാണുവാൻ വേണ്ടി പോകുന്നു. യേശുവുള്ള നിന്റെ ജീവിതം, യേശുവുള്ള നിന്റെ തലമുറ ഒരിക്കലും താഴേക്കല്ല, ഉയരങ്ങളിലേക്ക് അത്രേ. ഉയരങ്ങളിലേക്ക് നോഹയുടെ പെട്ടകം ഉയർത്തപ്പെട്ട് അത് അരരാത്തിന്റെ പർവ്വതത്തിൽ അതേ ഉറയ്ക്കുകയുണ്ടായി. അരരാത്തിന്റെ പർവ്വതത്തിൽ അത് ഉറയ്ക്കുകയുണ്ടായി. ഇന്ന് രാത്രി ഞാൻ പ്രവചന ദൂതായി വിളിച്ചു പറയട്ടെ, ഉലയുന്ന വ്യക്തിത്വങ്ങൾ ഇന്ന് രാത്രി വന്നിട്ടുണ്ടല്ലോ. ഉലയുന്ന സഹോദരനെ, സഹോദരിയെ, ഈ വർഷത്തിന്റെ അവസാനം നിനക്കുള്ളതായ ദൂതായി കർത്താവ് പറയുന്നു, നീ താഴെ തകർന്നു പോകത്തില്ല, ഉയരങ്ങളിൽ നീ ഉറയ്ക്കുവാൻ പോകുന്നു. ഉയരങ്ങളിൽ നീ ഉറയ്ക്കുവാൻ പോകുന്നു. പ്രോബ്ലംസ് വരുന്നതിന് മുൻപ്, പ്രശ്നങ്ങൾ വരുന്നതിന് മുൻപ് നോഹയുടെ പെട്ടകം ദൂരെ സമനിലത്തായിരുന്നു, അത് താഴത്തായിരുന്നു, സമനിലത്തായിരുന്നു. പ്രശ്നം വരുന്നതിന് മുൻപ്, പ്രശ്നം കഴിഞ്ഞപ്പോൾ അത് താഴെയല്ല, പകരം അത് പർവ്വതത്തിന് മുകളിലാണ്. നിനക്ക് കണ്ണുനീർ വന്നെങ്കിൽ, നിനക്ക് ദുഷ്ടരോഗങ്ങൾ വന്നെങ്കിൽ, പൈശാചിക പോരുകൾ വന്നെങ്കിൽ, അനർത്ഥങ്ങളും പ്രതിസന്ധികളും നിനക്ക് നേരെ വന്നു എങ്കിൽ നിന്നെ താഴേക്ക് തുലച്ചിടുവാനല്ല, ഉയരങ്ങളെ കീഴടക്കുവാൻ. ഏറ്റെടുക്കണം. ഉയരങ്ങൾ കീഴടക്കുവാൻ, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുവാൻ വേണ്ടി പോകുന്നു. കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച്
ഗോസ്പൽ സിംബൽ, സുവിശേഷത്തിന്റെ അടയാളമാണ് യോസെഫിന്റെ ജീവിതം. എഴുതപ്പെട്ടതായ 4 സുവിശേഷം വേദപുസ്തകത്തിൽ ഉള്ളപ്പോൾ ചലിക്കുന്ന സുവിശേഷമായി 5-ാം സുവിശേഷമായി ദൈവം നിന്റെ ജീവിതത്തെ കണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി സ്തോത്രം വേഗത്തിൽ നമുക്ക് നോക്കാം. യോസെഫിന്റെ ജീവിതം എവണ്ണമാണ്. യോസെഫ് എന്ന പദത്തിനർത്ഥം അബണ്ടൻസ് അഥവാ സമൃദ്ധി എന്നാണ്. അബണ്ടൻസ് അഥവാ സമൃദ്ധി എന്നാണ്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ദൈവദാസനാകുന്ന ഞാൻ ഈ ദൈവദാസന്മാരെ നോക്കി, അവിടെ സഭകളെ നോക്കി, ശുശ്രൂഷകളെ നോക്കി, ദൈവമക്കളെ നോക്കി വിളിച്ചു പറയട്ടെ, ഞെരുക്കത്തിന്റെ കാലങ്ങൾ അവസാനിച്ചിരിക്കുന്നു. സമൃദ്ധിയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ യേശു കർത്താവ് ഈ ലോകത്തിൽ കടന്നു വന്നത് ജീവനും സമൃദ്ധിയായ ജീവനും വേണ്ടിയാണ് യേശു വന്നത്. യോസെഫ് എന്ന പദത്തിനർത്ഥം അതേ സമൃദ്ധിയെങ്കിൽ യേശു കർത്താവ് ഈ ലോകത്തിൽ വന്നത് അതേ നിങ്ങളും ഞാനും സമൃദ്ധി അനുഭവിപ്പാൻ വേണ്ടിയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. യോസെഫിന്റെ മറ്റു സഹോദരന്മാരെക്കാൾ യോസെഫിനെ തൻ്റെ അപ്പനായ യാക്കോബിന് യോസെഫിനെ വളരെ പ്രിയനായിരുന്നു. യാക്കോബിന്റെ പ്രിയനായിരുന്നു യോസെഫ്. അപ്പനാകുന്ന പിതാവാകുന്ന യാക്കോബിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു സ്തോത്രം യോസെഫ്. പുതിയ നിയമത്തിൽ അത് തന്നെ റിഫ്ലക്ട് ചെയ്യുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് യോർദാൻ നദിയിൽ പിതാവായ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം യേശു കർത്താവ് സ്നാനപ്പെട്ട് കരകയറുമ്പോൾ പിതാവായ ദൈവം താടിക്ക് കൈയും കൊടുത്ത് മിണ്ടാതിരിക്കാതെ ഇവണ്ണം പറഞ്ഞു, ദിസ് ഈസ് മൈ ബിലവഡ് സൺ, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ. ഓ, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ. പഴയ നിയമത്തിൽ അതേ സ്തോത്രം യോസെഫ് യാക്കോബിന്റെ പ്രിയപുത്രനായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ സ്തോത്രം യേശു കർത്താവ് പിതാവായ ദൈവത്തിന് പ്രിയപുത്രനായി. ഒരു വിശ്വാസിയായി ഇരിക്കല്ലേ, ഒരു പ്രാസംഗനായി ജീവിക്കല്ലേ, ഒരു സുവിശേഷ വേലക്കാരനായി ഇരിക്കല്ലേ. ഇന്ന് രാത്രി നമുക്ക് കർത്താവിന്റെ പാദത്തിൽ നമ്മുടെ ജീവിതത്തെ ഒരിക്കൽ കൂടെ സമർപ്പിച്ചു പറയാം, അതേ കർത്താവേ, അങ്ങക്ക് പ്രിയനായി ഞാൻ ജീവിക്കട്ടെ. Come on. ഞാൻ അങ്ങക്ക് പ്രിയനായിരിക്കട്ടെ. എൻ്റെ ചർച്ചിൽ അനേകരുണ്ടായിരിക്കാം, എൻ്റെ ദേശത്ത് അനേക ദൈവമക്കൾ ഉണ്ടായിരിക്കാം. പക്ഷെ മറ്റുള്ളവർ ഞാൻ വ്യത്യസ്തനായി ദൈവത്തിന് കൃപയാൽ ഞാൻ അങ്ങക്ക് പ്രിയനായിരിക്കട്ടെ. ഞാൻ അങ്ങയുടെ ഹൃദയത്തെ തകർക്കുന്നവനല്ല, രഹസ്യപാപത്തിൽ കുടുങ്ങുന്നവനല്ല. ഇന്ന് രാത്രി ഞാൻ പ്രിയനായിരിക്കണമെന്ന് പറയുന്നവർ 2 കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചാട്. അതേ വേദപുസ്തകം പറയുന്നു യോസെഫ് യാക്കോബിന് പ്രിയനായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിയനായ സ്തോത്രം യോസെഫിന് അവന് പല നിറത്തിലുള്ള ഒരു അങ്കി അപ്പൻ കൊടുക്കുകയുണ്ടായി. ദ കോട്ട് ഓഫ് മെനി കളേഴ്സ് എന്ന് ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നു. കോട്ട് ഓഫ് മെനി കളേഴ്സ്, പല നിറത്തിലുള്ള അങ്കി. ബാക്കിയുള്ള മക്കൾക്കെല്ലാം ഹാഫ് സ്ലീവ്, അരക്കയ്യൻ ഉടുപ്പ് കൊടുത്തപ്പോൾ തൽമൂദ് പറയുകയാണ്, ചരിത്രം പറയുകയാണ്, യോസെഫിന് അപ്പം കൊടുത്തതായ അങ്കി കൈ നീളമുള്ളതാണ്. ഇന്ന് രാത്രി വിശ്വാസികളായി ദൈവദാസന്മാർ എല്ലാവരും മിക്കവാറും പേർ ഫുൾ സ്ലീവ് ആണ് ഇട്ടത്. സോ ബാക്കിയുള്ളവർക്ക് ഹാഫ് സ്ലീവ് ഉള്ളപ്പോൾ യോസെഫിന് മാത്രം ഫുൾ സ്ലീവ് ആയിരുന്നു. എന്താ ഫുൾ സ്ലീവിന്റെ പ്രത്യേകത? സ്തോത്രം, അതേ ജ്യേഷ്ഠന്മാർ ജോലി ചെയ്യും, പക്ഷെ ഇവൻ അപ്പന്റെ ഫേവറിൽ ജീവിക്കുകയാണ്. ഞാൻ അലസതയല്ല പഠിപ്പിക്കുന്നത്, പകരം ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അപ്പന്റെ ഫേവറിൽ ജീവിപ്പാൻ. അപ്പന്റെ ഫേവറിൽ ജീവിപ്പാൻ, ഫുൾ സ്ലീവ് ഇട്ട് അപ്പന്റെ ഫേവറിൽ ജീവിപ്പാൻ ദൈവം നൽകിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. മാത്രമല്ല പല നിറത്തിലുള്ള അങ്കി. എത്ര നിറമാണ് അങ്കിൾ, എത്ര നിറമാണ് ബ്രദർ എന്ന് നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ തൽമൂദ് ചരിത്രം പറയുന്നു 12 നിറം ഉണ്ടായിരുന്നു. മിക്കവാറും രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ ജനമാണല്ലോ. ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, പരിശുദ്ധ ആത്മാവ് ഇന്ന് രാത്രി ഒരു പകർച്ച നിങ്ങൾക്കായി കരുതിയിട്ടുണ്ട്. അതൊരു സിംഗിൾ കളർ അല്ല. ഇന്ന് രാത്രി ഒരിക്കലും പറയല്ലേ എനിക്ക് ഇത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, എനിക്ക് സ്തോത്രം സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ, എനിക്ക് യൂത്ത് മീറ്റിംഗ് ലീഡ് ചെയ്യാൻ മാത്രമേ കഴിയത്തുള്ളൂ, എനിക്ക് പാടാൻ മാത്രമേ കഴിയത്തുള്ളൂ. നോ 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 നോ. പകരം ഇന്ന് രാത്രി പള്ളിമുക്ക് ഈ പന്തലിൻകീഴിൽ കൂടിയിരിക്കുന്ന ദൈവജനത്തിന് ഒരു കോമൺ സാക്ഷ്യം ദൈവം നൽകുവാൻ പോകുന്നു. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ഹു സ്ട്രെങ്തൻസ് മീ. എന്നെ ശക്തനാക്കുന്ന ഒരു മുഖാന്തരം എനിക്ക് സകലവും, കമാൺ ഏറ്റെടുക്ക്, സകലവും എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം എനിക്ക് സകലതും ചെയ്തു തീർപ്പാൻ കഴിയും. കരങ്ങളെ അടിച്ച് ശബ്ദമുയർത്തി അന്യഭാഷകൾ ആരാധിച്ചേ. പല നിറ
നിറത്തിലുള്ള അങ്കി, പല നിറത്തിലുള്ള അങ്കി. ഡോണ്ട് ലിമിറ്റ് യുവർസെൽഫ്. ഈ തലമുറയിൽ നീ ചിന്തിച്ചിട്ടില്ലാത്ത ക്രമത്തിൽ ദൈവം നിന്നെ ഉപയോഗിപ്പാൻ പോകുന്നു. നീ വിശ്വസിച്ചിട്ടില്ലാത്ത ക്രമത്തിൽ, ആരും നിന്നെ നോക്കി പ്രവചിച്ചിട്ടില്ലാത്ത ക്രമത്തിൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്നത് ഞാൻ കാണാൻ പോകുകയാണ്. നിങ്ങളുടെ സഭകൾ അത് കാണുവാൻ വേണ്ടി പോകുകയാണ്. ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് അനുഗ്രഹമായി ദൈവത്തിന്റെ കൃപയാൽ ഒരു കുതിച്ച ഒഴുകുന്ന വെള്ളച്ചാട്ടം പോലെ ആത്മമണ്ഡലത്തിൽ ഞാൻ കാണുന്നു. ഇന്ന് രാത്രി ചില വെള്ളച്ചാട്ടം പോലെ, വെള്ളച്ചാട്ടം പോലെ ചിലതിനെ ദൈവം ഉപയോഗിപ്പാൻ ആഗ്രഹിക്കുകയാണ്. യെസ് 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 സിംഗിൾ കളർ അല്ല, മൾട്ടി കളർ, പല നിറത്തിലുള്ള അങ്കി. ഈ രാത്രി ദൈവത്തിന് ആത്മാവിടെയുണ്ട്. ദൈവത്തിന്റെ ദൂതന്മാർ ഇന്ന് രാത്രി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ അങ്കിയിൽ പല നിറങ്ങൾ ഇന്ന് രാത്രി സ്വർഗത്തിലെ അപ്പൻ ഇതാ അടിച്ചുകൊണ്ടിരിക്കുന്നു, ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പല നിറത്തിലുള്ള അങ്കി. അതുകൊണ്ട് തന്നെ സിംഗിൾ കളറുള്ളതായ ജ്യേഷ്ഠന്മാർക്ക് അവനെ കണ്ടിട്ട് അസൂയ തോന്നി. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. എന്ന് നോക്കി ആരും മത്സരിക്കരുത്, എന്ന് നോക്കി ആരും അസൂയപ്പെടരുത്, എന്ന് തീരെഴുതാനൊന്നും പറ്റത്തില്ല. നിങ്ങൾ ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ, നിങ്ങൾ അഭിഷേകത്തിൽ മുന്നേറുമ്പോൾ, നിങ്ങൾ ശുശ്രൂഷയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ദൈവം നിങ്ങളെ ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് അസൂയ തോന്നും. പ്രത്യേകിച്ച് സാത്താൻ നിങ്ങൾക്കെതിരെ പൊരുതും. സ്തോത്രം. കടലാണോ അതിൽ തിരമാലയുണ്ട്, പക്ഷേ നാഥൻ നിന്റെ ബോട്ടിൽ ഉണ്ട് എങ്കിൽ നിന്റെ വള്ളവും വലയും നിറയുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അസൂയക്കാരുടെ നടുവിൽ, ഒരിക്കൽ കൂടെ, അസൂയക്കാരുടെ നടുവിൽ, മിണ്ടുന്നില്ല, അസൂയക്കാരുടെ നടുവിൽ നീ ഒരു അത്ഭുതമാകുവാൻ പോകുന്നു എന്ന് ഞാൻ പ്രവചിക്കുകയാണ്. ഏറ്റെടുക്കണം ബ്രദർ. അസൂയക്കാരുടെ നടുവിൽ നീ ഒരു അത്ഭുതമാകുവാൻ വേണ്ടി പോകുകയാണ്. ഇത് നിന്റെ സീസണാണ്. ഹല്ലേലൂയ. ശബ്ദമുയർത്തി നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവർ, നിങ്ങളുടെ ചുറ്റും ഇരിക്കുന്നവർ, നിങ്ങൾ പറയുന്ന അന്യഭാഷാ സ്വരം എന്ന് കേൾക്കട്ടെ. നിരാത്രി വലിയൊരു പകർച്ച ഈ മീറ്റിംഗിൽ പരിശുദ്ധാത്മ പകരുകയാണ്. ഏറ്റെടുത്താട്. യേശുവിൻ നാമത്തിൽ ജയമെടുക്കുന്നു. സഹോദരന്മാർ അവനോട് അസൂയ തോന്നിയിട്ട് അവൻ്റെ വസ്ത്രത്തെ സഹോദരന്മാർ പറിച്ചെടുത്തു, ഉരിയെടുത്തു. അപ്പനിട്ട വസ്ത്രം, മനുഷ്യനാകുന്ന അപ്പനിട്ട വസ്ത്രം സഹോദരന്മാരാകുന്ന മനുഷ്യർക്ക് ഉരിയെടുപ്പാൻ കഴിഞ്ഞു. മനുഷ്യർ നിങ്ങൾക്ക് തരുന്നത് മനുഷ്യർക്ക് തട്ടിയെടുക്കാം. പക്ഷെ ഗ്യാരണ്ടിയായി പറയട്ടെ, ദൈവം നിങ്ങൾക്ക് തരുന്നത് ഒരു മനുഷ്യനും തട്ടിയെടുപ്പാൻ കഴിയത്തില്ല. ഓ, ദൈവം നിങ്ങൾക്ക് തരുന്നത് തട്ടിയെടുപ്പാൻ സാത്താനും മനുഷ്യനും കഴിയത്തില്ല. അപ്പനിട്ട അങ്കിയെ സഹോദരന്മാർക്ക് പറിച്ചെടുക്കുവാൻ, ഉരിയെടുപ്പാൻ കഴിഞ്ഞു. പക്ഷെ സ്വർഗത്തിലെ ദൈവം അവന് കൊടുത്തതായൊരു സ്വപ്നമുണ്ടായിരുന്നു. ദൈവം കൊടുത്ത ഒരു സ്വപ്നമുണ്ടായിരുന്നു. അവന്റെ സ്വപ്നത്തെ മോഷ്ടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. എത്ര പേർ സ്തോത്രം പറഞ്ഞു? അങ്കിയെ മോഷ്ടിക്കാം, സ്വപ്നത്തെ മോഷ്ടിപ്പാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി സ്വപ്നമുള്ള യുവാക്കൾ എൻ്റെ മുൻപിലുണ്ട്, സ്വപ്നമുള്ള യുവതികൾ എൻ്റെ മുൻപിലുണ്ട്, എൻ്റെ ചുറ്റുമുണ്ട്. വാഗ്ദത്തമുള്ള എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിന്റെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന പ്രവചനമുണ്ടല്ലോ, വാഗ്ദത്തമുണ്ടല്ലോ. നോ ഡബിൾ, നോ മാൻ, ഒരു മനുഷ്യനും ഒരു സാത്താനും അത് മോഷ്ടിപ്പാൻ തക്കമണം കഴിയത്തില്ല. നിന്നെ നോക്കി വാഗ്ദത്തം പറവാൻ വായു തുറന്നവനായ ദൈവം ആ വാഗ്ദത്തം നിന്നിൽ ഫുൾഫിൽ ചെയ്യുവാൻ വഴിയും തുറക്കുവാൻ വിശ്വസ്തനാണ്. നിന്നെ നോക്കി വാഗ്ദത്തം പറഞ്ഞവനായ ദൈവം വാഗ്ദത്തം നിന്റെ ജീവിതത്തിൽ പൂവണിയുവാൻ വഴിയും തുറക്കുവാൻ വിശ്വസ്തനാണ്. സഹോദരന്മാർ യോസേഫിനെ നോക്കി ജലസിയായി അസൂയപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവന്റെ വസ്ത്രത്തെ പറിച്ചെടുത്തു. സെയിം തിങ് യേശു കർത്താവിൽ സംഭവിക്കുകയുണ്ടായി. അസൂയമുണ്ടതായ യഹൂദജനം യേശു കർത്താവിനെ ഗോൽഗോഥയിൽ വെച്ച് ക്രൂശിക്കുമ്പോൾ അവൻ്റെ വസ്ത്രത്തെ നാലായി അവർ പങ്കിട്ട് മാറ്റി അവനെ നഗ്നനായി ക്രൂശിന്മേൽ ക്രൂശിച്ചു. ഏതോ കത്തോലിക്ക പള്ളിയുടെ മുൻപിൽ അരകിൽ ചെറിയൊരു തൂവാര ചുറ്റിയ ഒരു പ്രതിമ നിങ്ങൾ കാണുന്നു എങ്കിൽ, ഏതോ കലണ്ടറിൽ കാണുന്നെങ്കിൽ, ഫോട്ടോയിൽ കാണുന്നെങ്കിൽ, അവണ്ണമല്ല യേശു കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിന്മേൽ തൂങ്ങി നിന്നത്. തീർത്തും അവൻ നഗ്നനായിരുന്നു. പ്രവചനം 52 അധ്യായം 13-14 വാക്യങ്ങൾ. 53:2 വേദപുസ്തകം പറയുന്നു, he was totally despised as well as rejected by men. അവൻ മനുഷ്യന്റെ മുൻഭാഗം നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടുമായിരുന്നു. അർത്ഥം, നിന്റെ നിന്ദയെ യേശു ഏറ്റെടുത്തു. അവൻ നഗ്നനായി ക്രൂശിൽ 6 മണിക്കൂർ നേരം ആയിരക്കണക്കിന് ജനത്തിന്റെ മധ്യത്തിൽ തൂങ്ങി നിന്നു എന്നർത്ഥം. നഗ്നനായി യേശു കർത്താവ് വിവസ്ത്രനായി തൂങ്ങി നിന്നത് നിന്റെ ലജ്ജയെ യേശു ഏറ്റെടുത്തു.
നിന്റെ ലജ്ജയെ യേശു ഏറ്റെടുത്തത് കൊണ്ട് പള്ളിക്കാരുടെ മുൻപിൽ, നാട്ടുകാരുടെ മുൻപിൽ നീ ഒരിക്കലും തല കുനിഞ്ഞ് ചോദ്യചിഹ്നമായിട്ടല്ല നിൽക്കുവാൻ പോകുന്നത്. ശ്രദ്ധിക്ക്, തല ഉയർത്തി ഒരാശ്ചര്യ ചിഹ്നമായി നീ നിൽക്കേണ്ടത് വേണ്ടി യേശു നിന്റെ നിന്ദയെ ഏറ്റെടുത്തു. യോസെഫിന്റെ വസ്ത്രത്തെ അവർ പറിച്ചെടുത്തു. യേശു കർത്താവിന്റെ വസ്ത്രത്തെയും സ്തോത്രം അവർ പറിച്ചെടുത്തു. യോസെഫിന്റെ അങ്കിയെ കൊണ്ട് മൃഗത്തെ കൊന്ന് ആ രക്തത്തിൽ ചാലിച്ച് കാട്ടുമൃഗത്തിന്റെ രക്തം പുരട്ടി അപ്പന്റെ മുൻപിൽ 10 കള്ളസാക്ഷികൾ ഇവണ്ണം പറഞ്ഞു, നിന്റെ മകൻ സ്വപ്നക്കാരൻ മരിച്ചുപോയി. വസ്ത്രത്തെ കാട്ടിയിട്ട് അവർ പറഞ്ഞു, നിന്റെ മകൻ സ്വപ്നക്കാരൻ മരിച്ചുപോയി. ആ വസ്ത്രത്തെ കാട്ടിയിട്ട് അവർ പറഞ്ഞത് മരണത്തിന്റെ വാർത്തയായിരുന്നു. നിന്റെ മകൻ സ്വപ്നക്കാരൻ മരിച്ചുപോയി. നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ അരിമത്തയിലെ യോസെഫിന്റെ കല്ലറയിൽ ചിതറിക്കിടന്ന വസ്ത്രത്തെ നോക്കി, ഒരു വസ്ത്രത്തെ നോക്കി അരിമത്തയിലെ യോസെഫിന്റെ കല്ലറയിൽ ചിതറിക്കിടന്ന വസ്ത്രത്തെ ചൂണ്ടിക്കാട്ടി ദൈവത്തിന്റെ ദൂതന്മാർ ഇവണ്ണം പറഞ്ഞു, ഇവിടെ നോക്കുക, he is not here, he has risen from the dead. അവൻ ഇവിടെ ഇല്ല, അവൻ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. യോസെഫിന്റെ വസ്ത്രത്തെ കാണിച്ചിട്ട് അതേ സ്തോത്രം സഹോദരന്മാർ മരണത്തിന്റെ വാർത്ത പറഞ്ഞപ്പോൾ ചിതറിക്കിടക്കുന്ന അതേ യേശുവിന്റെ ശരീരത്തിൽ ചുരുട്ടി വച്ചിരുന്ന യേശുവിന്റെ ശരീരത്തെ അതേ കെട്ടിവച്ചിരുന്നതായ ആ വസ്ത്രത്തിന് ചിതറിക്കിടക്കുന്ന വസ്ത്രത്തെ കാണിച്ചിട്ട് ദൂതന്മാർ പറഞ്ഞു, അവനിവിടെ ഇല്ല, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്ത് എഴുന്നേറ്റ്. സ്തോത്രം വേദപുസ്തകം പറയുന്നു, സ്തോത്രം യേശു കർത്താവിനെ ജനം സ്തോത്രം ഫാൾസ്ലി തെറ്റായ രീതിയിൽ അവനെ ഇതാ സ്തോത്രം കുറ്റം പറഞ്ഞു. സെയിം തിങ് യോസെഫിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. യോസെഫിനെ സ്വന്തം സഹോദരന്മാർ തെറ്റായ രീതിയിൽ തേജോവധം ചെയ്തു. ചെയ്യാത്ത കുറ്റത്തിന് യോസെഫിനെ അതേ പൊത്തിഫറയുടെ ഭാര്യ ചെയ്യാത്ത കുറ്റത്തിന് തേജോവധം ചെയ്തു, കുറ്റം പറഞ്ഞു. നിങ്ങൾക്ക് നേരെയും അപവാദം പറയുന്നവരുണ്ടോ? നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് നിങ്ങളെ ക്രൂശിക്കുന്നവരുണ്ടോ? നിങ്ങൾക്ക് നേരെ സ്തോത്രം പ്രതിസന്ധിയും പ്രതികൂലവും ഉണ്ടാക്കി കള്ളക്കഥകൾ നിങ്ങൾക്ക് നേരെ പറഞ്ഞു പരത്തുന്നവരുണ്ടോ? ധൈര്യമായിരിക്കെ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, അവരുടെ മുൻപിൽ തന്നെ ദൈവം നിങ്ങളെ മാനിക്കും. അവരുടെ മുൻപിൽ തന്നെ. അങ്ങ് ഗുഡ് ഹോപ്പിലോ സൈബീരിയയിലോ സൗത്ത് ആഫ്രിക്കയിലോ അല്ല, ഏത് പേയാടിലാണോ ഏത് പള്ളിമുക്കിലാണോ മറ്റുള്ളവരെ നിനക്കെതിരെ നാറ്റക്കഥകൾ പറഞ്ഞത്, അതേ കോളനിയിൽ അതേ ദേശത്ത് അതേ ബന്ധുക്കളുടെ നടുവിൽ ദൈവം നിന്നെ മാനിക്കും. ഈ പുസ്തകം നീ ഉയർത്തിയെങ്കിൽ ദൈവം നിന്നെ ഉയർത്തുവാൻ പോകുന്നു. ഈ പുസ്തകം നീ ഉയർത്തിയെങ്കിൽ യേശു നിന്നെ ഉയർത്തുവാൻ പോകുന്നു. യേശുവിന്റെ നാമത്തെ നീ മഹത്വപ്പെടുത്തിയെങ്കിൽ ദൈവമായ കർത്താവ് നിന്നെയും മാനിക്കുവാൻ പോകുന്നു. യോസെഫിനെ നേരെ അവർ അക്യൂസ് ചെയ്തു, കുറ്റാരോപണം നടത്തി. യേശു കർത്താവിനെ നോക്കി കുറ്റാരോപണം പറഞ്ഞു. അവൻ അപ്പനില്ലാതെ ജനിച്ചവനാണ്, അർത്ഥം മറിയയുടെ സന്തതിയാണ്. അവൻ പാപികളെ സ്നേഹിതനാണ്, അവന് ദുർഭൂതമുണ്ട്, അവൻ ബേസബൂലിനെ കൊണ്ട് സ്തോത്രം ഭൂതത്തെ പുറത്താക്കുന്നു എന്നൊക്കെ യേശു കർത്താവിനെതിരെയും അക്യൂസേഷൻ കുറ്റാരോപണം പറഞ്ഞു. കർത്താവ് അല്ലെന്നും പറയാൻ പോയില്ല, ഇല്ലെന്നും പറയാൻ പോയില്ല. കർത്താവ് ആണെന്നും പറഞ്ഞില്ല, അല്ലെന്നും പറഞ്ഞില്ല. ഇന്ന് രാത്രിയിലും പഞ്ചായത്ത് നിറയെ അതേ കോർപ്പറേഷൻ നിറയെ വൈനാറ്റമുള്ളതായ മനുഷ്യൻ നിനക്കെതിരെ സംസാരിക്കുമ്പോൾ നിന്റെ മാതൃക വന്ന പറാസെങ്കിലും വരാൻ പോകുന്ന പ്രവാചകനുമല്ല, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തവുമായ കർത്താവ് യേശു അത്രേ. ഹല്ലേലൂയ. 53:7 പറയുന്നു, രോമം കത്തിക്കുന്ന നടുവിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ കർത്താവ് യേശു മൗനമായിരുന്ന. യുദ്ധം നിന്റെതല്ല, നീയും മൗനമായിരിക്കെ. യുദ്ധം നിന്റെതല്ല, നീയും മൗനമായിരിക്കെ. 54:17 കർത്താവ് പറഞ്ഞു, നിന്നോട് പൊരുതുന്നവരോട് ഞാൻ പൊരുതും, നിന്നോട് വാദിക്കുന്നവരോട് ഞാൻ വാദിക്കും. ഖമാൻ, ആരും മിണ്ടുന്നില്ല. നിന്നോട് പൊരുതുന്നവരോട് ഞാൻ പൊരുതും, നിന്നോട് വാദിക്കുന്നവരോട് ഞാൻ വാദിക്കും. യുദ്ധം നിന്റെതല്ല, യുദ്ധം ദൈവത്തിൻ്റെതത്രേ. ഹല്ലേലൂയ. യോസെഫിന് 4ാമത്തെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, അവൻ്റെ പേരായിരുന്നു യൂദാ.
അല്ലെങ്കിൽ യഹൂദ. യൂദ എന്നത് ഇംഗ്ലീഷിൽ യൂദ എന്ന് പറയുന്നത് എബ്രായ പദത്തിൽ യഹൂദ എന്നാണ്. യഹൂദ മലയാളത്തിൽ യഹൂദ, യൂദ, യഹൂദ, യൂദ എന്നവനാണ് സ്തോത്രം യോസേഫിനെ അതേ അന്യദേശത്തേക്ക് വിൽക്കാനായി കാര്യാദികൾ മുഴുവൻ ചെയ്തത്. അന്യദേശത്തേക്ക് ഈജിപ്തിലേക്ക് യോസേഫിനെ വിൽക്കുവാനായി സകല കാര്യാദികൾ ചെയ്തത് യഹൂദ ആയിരുന്നു, അല്ലെങ്കിൽ യൂദ ആയിരുന്നു. നാലാമത്തെ സഹോദരന്റെ പേരാണ് യൂദ. അപ്പോൾ യോസേഫ് ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ പറയും, എനിക്കൊരു യൂദയുണ്ട്, യഹൂദയാണ് എന്നെ അന്യദേശത്തേക്ക് വിറ്റത്. യേശു കർത്താവ് പറയും, എനിക്കും ഒരു യൂദയുണ്ട്, എന്നെ സ്തോത്രം അതെ എന്നെ വിറ്റ് കാശാക്കിയത്, എന്നെ കാണിച്ചു കൊടുത്തത് ഒരു യൂദയാണ്. യോസെഫിന് ഒരു യൂദയുണ്ട്, യേശുവിന് ഒരു യൂദയുണ്ട്. നിനക്കും എവിടെയൊക്കെ യൂദ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഒന്നായിരിക്കാം, പലതായിരിക്കാം. സ്തോത്രം നിന്നെയും തള്ളിപ്പറയുന്ന, നിന്നെയും കാണിച്ചു കൊടുക്കുന്ന, നിന്റെയും കൂടെ നിന്നിട്ട് ചതിക്കുന്ന യൂദമാരുണ്ടായിരിക്കാം. ഇന്ന് രാത്രി അത് കേട്ടാരൊക്കെ അപ്സെറ്റായി, അയ്യോ കർത്താവ് എന്തിനാ ഒരു യൂദയെ എൻ്റെ ജീവിതത്തിൽ അനുവദിച്ചിരിക്കുന്നത്? മക്കളെ, ആ യൂദയുണ്ടെങ്കിൽ മാത്രമേ നീ ലക്ഷ്യത്തിലെത്തത്തുള്ളൂ. Come on. ആ യൂദ ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് ലക്ഷ്യത്തിലെത്തുവാൻ കഴിയത്തുള്ളൂ. ആ യൂദ ഉള്ളത് കൊണ്ടാണ് യോസെഫ് വിൽക്കപ്പെട്ടത്. ആ യൂദ ഉള്ളത് കൊണ്ടാണ് അവൻ ഈജിപ്തിലെത്തിയത്. അവൻ ഈജിപ്തിൽ എത്തിയത് കൊണ്ടാണ് അവൻ ഈജിപ്തിന്റെ മിസ്രൈമിന്റെ പ്രധാനമന്ത്രിയായത്. എല്ലാം നന്മയ്ക്കെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു യൂദ ഉള്ളത് കൊണ്ടാണ് യേശു കർത്താവ് കാണിച്ചു കൊടുക്കപ്പെട്ടത്. അതുകൊണ്ടാണ് അവൻ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അതുകൊണ്ടാണ് യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ക്രൂശിക്കപ്പെട്ടത് കൊണ്ടാണ് അവൻ ഉയർത്തെഴുന്നേറ്റത്. ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് സകല നാമത്തിനും മേലായ നാമം യേശുവിൻ്റെ നാമമായി തീർന്നത്. അതുകൊണ്ടാണ് നിന്റെ പേര് ആധാർ കാർഡിലും റേഷൻ കാർഡിലും പാൻ കാർഡിലും മാത്രമല്ല, പകരം ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേര് എഴുതപ്പെട്ടത്. യേശു നിനക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ്. കത്തോലിക്ക പള്ളി നിനക്ക് വേണ്ടി മരിച്ചില്ല, CSI പള്ളി നിനക്ക് വേണ്ടി മരിച്ചില്ല, പെന്തിക്കോസ് ഗ്രൂപ്പുകൾ നിനക്ക് വേണ്ടി മരിച്ചില്ല. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ പുത്രനാകുന്ന യേശു നിനക്ക് വേണ്ടി തിരുവചനപ്രകാരം മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റു എങ്കിൽ ഇന്ന് രാത്രി മറ്റൊരുത്തിനും രക്ഷയില്ല. പള്ളിമുക്കൽ ഞാൻ ഉയർത്തി പറയട്ടെ, ഇന്ന് രാത്രിയിൽ നീ രക്ഷിക്കപ്പെടുവാൻ, നീ ഏത് ജാതിയിൽപ്പെട്ടവനെങ്കിലും, ഏത് മതത്തിൽപ്പെട്ടവനെങ്കിലും, ഏത് വിഭാഗത്തിൽപ്പെട്ടവനെങ്കിലും മോക്ഷം പ്രാപിപ്പാൻ, സ്വർഗത്തിൽ പോകാൻ ഒരേ ഒരു നാമമേയുള്ളൂ, സകലം നാമത്തിന് മേലായ ദൈവപുത്രനായ യേശുവിന്റെ നാമം. Those who call upon the name of the Lord, they shall be saved. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും, ഒരിക്കൽ കൂടെ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും അടുത്ത ക്രിസ്മസിനല്ല, ഇന്ന് രാത്രി രക്ഷിക്കപ്പെടാം. ഇന്ന് രാത്രി നിന്റെ രക്ഷയുടെ ദിവസമാകട്ടെ. ഇന്ന് രാത്രി നിന്റെ വിടുതലിന്റെ നേരമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ വിളിച്ചു പറഞ്ഞാട്ടെ, അപ്പാ ഞാൻ പാപി, എന്റെ മദ്യപാനം എനിക്ക് വേണ്ട, സിഗരറ്റിനെ ബീഡിയെടുത്ത് പുറത്തുകള, കഞ്ചാവിനെ എടുത്ത് പുറത്തുകള, മയക്കുമരുന്നിനോട് ബൈ ബൈ പറയാ, പോർണോഗ്രാഫിയോട് ബൈ ബൈ പറ, രഹസ്യ പാപം വേണ്ടെന്ന് പറ, പാപം വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് തിരിഞ്ഞോട്ടെ. ഇന്ന് രാത്രി നിന്റെ അരികിൽ കർത്താവ് നിൽക്കുന്നു. പരിശുദ്ധ ആത്മാവ് ഇന്ന് രാത്രി നിന്നെ തുടങ്ങിയാണ്. കത്തുന്ന നരകത്തിൽ നിന്ന് മഹത്വത്തിന്റെ സ്വർഗത്തിലേക്ക് ഇന്ന് രാത്രി ഒരു ഷിഫ്റ്റ്, ഒരു മാറ്റം നിന്റെ ജീവിതത്തിൽ കർത്താവ് നൽകുവാൻ ആഗ്രഹിക്കുന്നു. കമോൺ, കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ സ്തുതിച്ച്. യോസെഫിന് പാപം ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥ കടന്നു വന്നപ്പോൾ he resisted the temptation, അവൻ പരീക്ഷകളെ എതിർത്തു എന്ന് വേദപുസ്തകം പറയുന്നു. യോസെഫിന് പാപം ചെയ്യേണ്ടതായ സാഹചര്യം കടന്നു വന്നപ്പോൾ അവൻ പാപത്തെ എതിർത്തു നിന്നു. വേദപുസ്തകം പറയുന്നു, പാപത്തോട്, എബ്രായ ലേഖന കർത്താവ് പറയുകയാണ്, പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽപ്പിൻ. അതാണ് അവൻ്റെ ആറ്റിറ്റ്യൂഡ്, അതാണ് അവൻ്റെ സ്വഭാവം, അതാണ് അവൻ്റെ ആറ്റിറ്റ്യൂഡ്. അവൻ്റെ ആറ്റിറ്റ്യൂഡ് പിന്നത്തേതിൽ ആൾട്ടിറ്റ്യൂഡായി ഉയരുകയുണ്ടായി. ദൈവമനെ ഉയർത്തിയത് പാപം വേണ്ട എന്ന് പറഞ്ഞ് പാപത്തെ അവൻ എതിർത്തത് കൊണ്ട് ദൈവം പിന്നത്തേതിൽ അവനെ ഉയർത്തി മാനിച്ചു. അവൻ്റെ കുടുംബത്തിൽ, അവൻ്റെ ദേശത്തിൽ
അവൻ്റെ പ്രായക്കാരുടെ നടുവിൽ ആർക്കുമില്ലാത്ത സ്ഥാനത്ത് അവൻ എത്തിച്ചേർന്നു. 30-ാമത്തെ വയസ്സായപ്പോൾ, സ്തോത്രം, 30-ാമത്തെ വയസ്സായപ്പോൾ അവന് തുല്യനായി ലോകത്തിൽ ആരുമില്ല എന്ന ക്രമത്തിൽ ദൈവം അവനെ ഉയർത്തിയത് അവൻ പാപത്തെ പാപമെന്ന് പറഞ്ഞ് പാപത്തോട് എതിർത്ത് നിന്നത് കൊണ്ടാണ്. യുവാവേ, എല്ലായിടത്തും പാപങ്ങളുണ്ട്. അന്തരീക്ഷത്തിൽ പൊടിക്കൂറകൾ നിറഞ്ഞിരിക്കുന്നത് പോലെ, സമുദ്രത്തിൽ ഉപ്പ് നിറഞ്ഞിരിക്കുന്നത് പോലെ ക്ലാസ്സിൽ പാപമുണ്ട്, സ്കൂളിൽ പാപമുണ്ട്, കോളേജിൽ പാപമുണ്ട്. എന്തിനേറെ പറയുന്നു, വന്ന് സഭയിലും പാപമുണ്ട്. വിളിച്ചു പറഞ്ഞാട്ടെ, ചേച്ചിയെ, സ്തോത്രം, ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല. പുത്തിഫറയുടെ ഭാര്യയോട് അവൻ പറഞ്ഞു കാണും, മറ്റു ചെറുക്കന്മാരെ പോലെയല്ല ഞാൻ, മറ്റുള്ളവരെ പോലെയല്ല. കമോൺ, ഇന്ന് രാത്രി ഈ ശബ്ദ പരിധിക്കുള്ളിൽ എത്ര യുവതികൾക്ക് പറവാൻ കഴിയും, എത്ര യുവാക്കൾക്ക് പറവാൻ കഴിയും, എത്ര വിവാഹം കഴിഞ്ഞവർക്ക് പറവാൻ കഴിയും, ഞാൻ മറ്റു വ്യക്തികളെ പോലെയല്ല. എൻ്റെ വിളി വേറെയാണ്, എന്റെ ലക്ഷ്യം വേറെയാണ്, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം വേറെയാണ്. പാപമല്ല എനിക്ക് വേണ്ടിയത്. തിരുവചനം പറയുന്നു, യോസേഫ് പാപത്തോടെ എതിർത്ത് നിന്നു. മത്തായി സുവിശേഷം 4-ാം അധ്യായം, ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം, പരീക്ഷകൻ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു. കല്ലുകളെ അപ്പമായി തീരുവാൻ ലോകത്തിന്റെ മുഴുവൻ മഹത്വവും സ്തോത്രം കാണിച്ചിട്ട് പരീക്ഷകൻ പറഞ്ഞു, bow down before me, എൻ്റെ മുൻപിൽ മുട്ടുമടക്ക്, ഇത് മുഴുവൻ നിനക്ക് തരാം. ദേവാലയത്തിന്റെ അഗ്രത്തിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു, അതേ, ഇവിടെ നിന്ന് താഴേക്ക് ചാട്. സ്തോത്രം. എന്നാൽ വേദപുസ്തകം പറയുന്നു, യേശു കർത്താവ് പരീക്ഷകൻ എതിർത്തു നിന്നു. യോസേഫ് പരീക്ഷയോട് എതിർത്തു, യേശുവും പരീക്ഷയോട് എതിർത്തു. നീയും പരീക്ഷകളോട് എതിർക്ക. നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ആരും നിന്നെ കുനിഞ്ഞു നോക്കത്തില്ല, സകലരും നിന്നെ തല ഉയർത്തി നോക്കട്ടെ. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. യോസേഫ് ചെയ്യാത്ത കുറ്റത്തിന് കാരാഗ്രഹത്തിൽ വീണു. യേശു കർത്താവ് ചെയ്യാത്ത കുറ്റത്തിന് ക്രൂശിക്കപ്പെട്ടു. യോസേഫ് ചെയ്യാത്ത കുറ്റത്തിന് കാരാഗ്രഹത്തിൽ വീണു. യേശു കർത്താവ് ചെയ്യാത്ത കുറ്റത്തിന് ക്രൂശിക്കപ്പെട്ടു. ചെയ്യാത്ത കുറ്റത്തിന് യോസേഫ് കാരാഗ്രഹത്തിൽ വീണപ്പോൾ തിരുവചനം പറയുന്നു, 2 ക്രിമിനൽസ്, 2 കുറ്റവാളികൾ യോസേഫിനോട് കൂടെ ജയിലിൽ ഉണ്ടായിരുന്നു. അതേ ഡ്രാമ തന്നെ അതേ യേശു കർത്താവിന്റെ കാര്യത്തിൽ ആവർത്തിക്കപ്പെടുന്നു. ചെയ്യാത്ത കുറ്റത്തിന് ദൈവത്തിന്റെ പുത്രനാകുന്ന യേശു ഉയർത്തപ്പെട്ടപ്പോൾ 2 ക്രിമിനലുകൾ, 2 കുറ്റവാളികൾ ഇടതും വലതും യേശുവിനോട് കൂടെ അതേ ക്രൂശിക്കപ്പെട്ടു. യോസേഫിനോട് കൂടെ 2 ക്രിമിനൽസ്, 2 കുറ്റവാളികൾ. യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടപ്പോൾ യേശുവിനോട് കൂടെയും 2 കുറ്റവാളികൾ. അതേ, സ്തോത്രം. യോസേഫിന്റെ കാരാഗൃഹത്തിലേക്ക് നോക്ക്. ഒരുവൻ അപ്പക്കാരന്റെ പ്രമാണി, മറ്റൊന്ന് പാനപാത്രവാഹകൻ. അപ്പക്കാരന്റെ പ്രമാണി, പാനപാത്രവാഹകൻ. ഒരുവൻ ശിക്ഷിക്കപ്പെട്ടു, മറ്റവൻ പ്രൊമോട്ട് ചെയ്യപ്പെട്ടു. ഒരുത്തൻ ശിക്ഷിക്കപ്പെട്ടു, അപ്പക്കാരന്റെ പ്രമാണി അതേ ശിക്ഷിക്കപ്പെട്ടു. എന്നാൽ പാനപാത്രവാഹകൻ അതേ, സ്തോത്രം, മാനിക്കപ്പെട്ടു. നഷ്ടപ്പെട്ട പദവിയിലേക്ക് അവൻ ഉയർത്തപ്പെട്ടു. അതേ കാര്യം ക്രൂശിൽ സംഭവിച്ചു. ഒരു വശത്ത് കിടന്നതായ കള്ളൻ യേശുവിനെ ദൂഷിച്ചു. ആ ദൂഷിച്ച കള്ളൻ, യേശുവിനെ വിശ്വസിക്കാത്തവൻ, അവൻ നഷ്ടപ്പെട്ടു. പക്ഷെ വേറെ ഒരു കള്ളൻ ഉണ്ടായിരുന്നു. അവൻ ഇവണ്ണം പറഞ്ഞു, നീ രാജത്വം പ്രാപിക്കുമ്പോൾ, യേശുവേ, നീ രാജത്വം പ്രാപിക്കുമ്പോൾ എന്നെയും നീ ഓർത്തുകൊള്ളണമേ. അർത്ഥം, നീ രാജാവാണ്, ഇപ്പോൾ നീ ക്രൂശിലാണെങ്കിലും ഇത് താൽക്കാലികമാണ്. ആരോടെ ഈ രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഇന്നാളുകൾ നീ കടന്നു പോകുന്നത് താൽക്കാലികമാണ്. ഇന്നാളുകൾ നീ കടന്നു പോകുന്നത് താൽക്കാലികമാണ്. യേശുവേ, നീ രാജാവാണ്. നീ രാജത്വം പ്രാപിക്കുമ്പോൾ എന്നെ നീ ഓർക്കണമേ. നീ രാജത്വം പ്രാപിക്കുമ്പോൾ എന്നെ നീ ഓർക്കണമേ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായി യേശു കർത്താവ് പറഞ്ഞു, ടുഡേ he shall be with me in paradise. ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കും. അപ്പുറത്തെ പള്ളിയിൽ പോയി 6 മാസം മെമ്പർഷിപ്പ് എടുക്ക് എന്നല്ല യേശു പറഞ്ഞത്. അപ്പുറത്തെ പ്രാസിംഗന്റെ കൂടെ 3 മാസം കൂടിയിരിക്കുക എന്നല്ല കർത്താവ് പറഞ്ഞത്. പാതാളത്തിന്റെ താക്കോലിട്ട പാതാളത്തെ പൂട്ടുവാനും അതേ പരലോകത്തിന്റെ പാളികളെ തുറക്കുവാനും കഴിവുള്ളവൻ പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കും.
ഹല്ലേലൂയ. ഒരു കള്ളൻ നഷ്ടപ്പെട്ടു, വേറൊരുവൻ രക്ഷപ്പെട്ടു. അപ്പക്കാരന്റെ പ്രമാണി ശിക്ഷിക്കപ്പെട്ടു. അപ്പം എന്നത്, അപ്പം തൻ്റെ കയ്യിലെടുത്ത്, ശ്രദ്ധിക്ക്, അപ്പം എന്നത് യേശു കർത്താവ് അപ്പം തൻ്റെ കയ്യിലെടുത്ത് ഇവണ്ണം പറഞ്ഞു, ദിസ് ഈസ് മൈ ബോഡി, ഇത് എൻ്റെ ശരീരം. അപ്പം എന്നത് കർത്താവ് യേശുവിൻ്റെ ശരീരത്തെ അതെ പ്രകടിപ്പിക്കുന്നു. അപ്പം എന്നത് യേശു കർത്താവിൻ്റെ ശരീരത്തെ അതെ സ്തോത്രം പ്രതിനിധാനം ചെയ്യുന്നു. ശരീരത്തിൽ അവൻ ശിക്ഷിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യത്തിനായി അവൻ മുറിവേറ്റു, നമ്മുടെ അതിക്രമത്തിനായി അവൻ തകർക്കപ്പെട്ടു. ശരീരത്തിൽ യേശു കർത്താവ് ശിക്ഷിക്കപ്പെട്ടു, തകർക്കപ്പെട്ടു, അടിപ്പിണറുകൾ ഏറ്റെടുത്തു. അപ്പക്കാരന്റെ പ്രമാണി ശിക്ഷിക്കപ്പെട്ടു, അർത്ഥം യേശു കർത്താവിന്റെ ശരീരം തകർക്കപ്പെട്ടു. പക്ഷേ പാനപാത്രവാഹകൻ ഉയർത്തപ്പെട്ടു. ഓ കമാൻ, അവൻ്റെ ശരീരം തകർക്കപ്പെട്ടു. പക്ഷെ അവൻ്റെ രക്തത്തെ തൊടുവാൻ, അവൻ്റെ രക്തത്തെ തടയുവാൻ, അവൻ്റെ രക്തത്തെ പങ്കിലമാക്കാൻ റോമാ ഗവൺമെൻറ്റിന് കഴിഞ്ഞില്ല, പിശാചിന് കഴിഞ്ഞില്ല. ഇന്ന് രാത്രിയിലും പള്ളിമുക്ക് ദേശത്ത് വിളിച്ചു പറ, യേശുവിൻ്റെ രക്തം. കേട്ടില്ല, ശക്തിയോടെ പറഞ്ഞാട്ടെ, യേശുവിൻ്റെ രക്തം. കമാൺ, ശക്തിയോടെ ശബ്ദം ഉയർത്തി. ഇൻക്ലാബ് സിന്ദാബാദ് അല്ല, പകരം ശക്തിയോടെ പറഞ്ഞ യേശുവിൻ്റെ രക്തം. കമാൺ, ഒരിക്കൽ കൂടെ യേശുവിൻ്റെ രക്തം. ഈ ചുറ്റും ഇരിക്കുന്ന കുടിയിരിപ്പുകൾ ഇന്ന് രാത്രി തകരട്ടെ. കമാൺ, ഈ ചുറ്റുപാട് ഇരിക്കുന്ന പൈശാചിക ആധിപത്യങ്ങൾ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഉടയട്ടെ. ഇന്ന് രാത്രി പള്ളിമുക്കിൽ അതേ വ്യാപരിക്കുന്ന ഏതോ പള്ളിയുടെ മുക്കിൻ്റെ സാത്താൻ, അതിൻ്റെ ദുരാത്മാവ് അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ തകർന്നു മാറട്ടെ. വിളിച്ചു പറ, there is power in the name of Jesus, there is power in the blood of Jesus. യേശുവിൻ്റെ രക്തത്തിന് ശക്തിയുണ്ട്. കരങ്ങളടിച്ച് ജനം ദൈവത്തെ സ്തുതിക്ക്. ഹല്ലേലൂയ. അപ്പക്കാരന്റെ പ്രമാണി ശിക്ഷിക്കപ്പെട്ടു. സ്തോത്രം. അപ്പക്കാരന്റെ പ്രമാണി ശിക്ഷിക്കപ്പെട്ടവൻ കൊല്ലപ്പെട്ടു. പക്ഷേ പാനപാത്രവാഹകൻ തകർന്നു പോയില്ല. പാനപാത്രവാഹകനെ ഫറവോൻ ഓർത്തു, അവനെ ഉയർത്തി, അവനെ മാനിച്ചു. പാനപാത്രവാഹകൻ ഫറവോന്റെ സന്നിധിയിൽ നിന്ന് യോസെഫിന് വേണ്ടി സംസാരിക്കുന്നു. നിങ്ങൾ സ്തോത്രം പറഞ്ഞല്ലോ ഒരിക്കൽ കൂടെ. പാനപാത്രവാഹകൻ ഫറവോന്റെ സന്നിധിയിൽ നിന്ന് യോസെഫിന് വേണ്ടി സംസാരിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ശബ്ദമുണ്ട്. നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ശബ്ദമുണ്ട്. നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ശബ്ദം വഞ്ചിയൂർ കോടതിയിലല്ല, അതിൻ്റെ ഇപ്പുറത്തുള്ള നിയമസഭാ കോംപ്ലക്സിലല്ല, ഇന്ത്യൻ പാർലമെന്റ് ഹൗസിലല്ല. The blood which is speaking better than the blood of Abel. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തം നിനക്കായി സംസാരിക്കുന്നു. നിനക്കെതിരെ വാതുകെട്ടുന്നവരുടെ നടുവിൽ, നിനക്ക് നേരെ വെല്ലുവിളിക്കുന്നവരുടെ നടുവിൽ ഒരു ശബ്ദം നിനക്കായി സംസാരിക്കുന്നു. അത് യേശുവിന്റെ രക്തത്തിന്റെ ശബ്ദമത്രേ. കമാൺ, കരങ്ങളെ അടിച്ച് ഈ രാത്രി വിടുതൽ ഏറ്റെടുത്താട്ടെ. യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം. നിനക്കെതിരെ സംസാരിച്ച മന്ത്രവാദികൾ ഉണ്ടായിരിക്കാം, നിനക്ക് നേരെ മന്ത്ര ഉരുവികയറ്റിയ വ്യക്തിത്വങ്ങൾ ഉണ്ടായിരിക്കാം, നിന്റെ ഭാവിക്കെതിരെ, നിന്റെ വിദ്യാഭ്യാസത്തിനെതിരെ, നിന്റെ നന്മകൾക്കെതിരെ. പക്ഷെ ഒരു ശബ്ദം നിനക്കായി ഉയരുന്നു. MP-യുടെ ശബ്ദമല്ല, മന്ത്രിയുടെ ശബ്ദമല്ല, MLA ശബ്ദമല്ല, നേതാവിന്റെ ശബ്ദമല്ല, തന്ത്രിയുടെ ശബ്ദമല്ല. നിനക്ക് സംസാരിപ്പാൻ കഴിയാത്ത സ്വർഗസ്ഥലത്ത്, നിനക്ക് സംസാരിപ്പാൻ നിന്റെ ശബ്ദം ഉയരാത്ത സ്ഥലത്ത് യേശുവിന്റെ രക്തം നിനക്കായി സംസാരിക്കുന്ന, യേശുവിൻ്റെ രക്തം നിനക്കായി സംസാരിക്കുന്ന. 2 ക്രിമിനൽസ് യോസെഫിനോട് കൂടി ഉണ്ടായിരുന്നു. ഒരുവൻ നഷ്ടപ്പെട്ടു, മറ്റൊരുവൻ പ്രൊമോട്ട് ചെയ്യപ്പെടുകയുണ്ടായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദപുസ്തകം പറയുന്നു, യോസെഫിലേക്ക് നോക്കുമ്പോൾ അബ്രഹാം തിരഞ്ഞെടുത്തത് സ്വന്തം ചാർച്ചക്കാരിൽ നിന്നാണ്. അബ്രഹാം ഭാര്യയെ തിരഞ്ഞെടുത്തത്. ഇസഹാക്കിന് വേണ്ടി അബ്രഹാം ഭാര്യയെ തിരഞ്ഞെടുത്തത് സ്വന്തം ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നാണ്. ഏശാവ് ഭാര്യയെ തിരഞ്ഞെടുത്ത ജാതികളെ നടുവിൽ നിന്നാണ്. പക്ഷേ അപ്പന് സ്തോത്രം അത് വ്യസനമായിരുന്നു. എന്നാൽ യാക്കോബ് അങ്ങനെയല്ല, സ്വന്തം ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നാണ് ഭാര്യയെ തിരഞ്ഞെടുത്തത്. അർത്ഥം ശ്രദ്ധിക്ക്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് തലമുറയായി സ്വന്തം ചാർച്ചക്കാരുടെ നടുവിൽ നിന്നാണ് ഭാര്യയെ തിരഞ്ഞെടുത്തത്. എന്നാൽ യോസെഫ് വന്നപ്പോൾ 4ാം തലമുറ അവൻ ഭാര്യയെ തിരഞ്ഞെടുത്തത് സ്വന്തം ചാർച്ചക്കാരുടെ നടുവിൽ നിന്നല്ല, പകരം അവൻ ജാതിയിൽ നിന്നാണ് യോസെഫ് തൻ്റെ വധുവിനെ, തൻ്റെ ഭാര്യയെ തിരഞ്ഞെടുത്തത്.
ഞാൻ അവനെ കണ്ടെങ്കിൽ ചോദിച്ചേനെ, യോസഫേ നീ എന്താണ് ജാതികളെ നടുവിൽ നിന്ന് മണവാട്ടിയെ തെരഞ്ഞെടുത്തത്? യോസഫ് എന്നെ നോക്കി തിരിച്ചു പറഞ്ഞേനെ, സുരേഷേ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്, ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് യേശുവിനെയാണ്. യേശുവിന്റെ മണവാട്ടി ജാതിയിൽ നിന്നാണ്. ഹല്ലേലൂയ. യേശുവിന്റെ മണവാട്ടി ജാതിയിൽ നിന്നാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഒരിക്കൽ കൂടെ ക്രൈസ്റ്റ് സെന്റർ കേൾക്കെ വീണ്ടും ആവർത്തിച്ചു പറയട്ടെ, ജാതി പറയല്ല. നമ്മൾ ഒരൊറ്റ ജാതിയാണ്. ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും. വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി കരങ്ങൾ ഉയർത്തി ആരാധിച്ച്, യേശുവിന്റെ രക്തം വീണവൻ എൻ്റെ സഹോദരനാണ്, എൻ്റെ സഹോദരിയാണ്. അതുകൊണ്ട് ജാതി പറഞ്ഞ് പല സഭയില്ല, ഒരൊറ്റ സഭയേ ഉള്ളൂ. വേർപാടിന്റെ നടിച്ചുവരനെ ഇടിച്ചു കളഞ്ഞ് ക്രിസ്തുവിൽ ഒന്നാക്കി തീർത്ത ദൈവത്തിന്റെ സഭ, വചനം അനുസരിക്കുന്ന സഭ, പരിശുദ്ധാത്മാവിൽ ചലിക്കുന്ന സഭ, കാഹളനാദത്തിന് വേണ്ടി കൊതിക്കുന്ന സഭ, പാപത്തെ വെറുക്കുന്ന സഭ, ലോകത്തിൽ നിന്ന് വേർപെട്ടതായ സഭ. ആ സഭ ഇന്ന് രാത്രിയിലും രണ്ട് കരങ്ങളെ ഉയർത്തി വിശുദ്ധിയോടെ ജീവിക്കുന്ന ദൈവജനം ദൈവത്തെ സ്തുതിച്ചാട്ടെ. തിരുവചനം പറയുന്നു, സഹോദരന്മാർ യോസെഫിനെ കാണുവാൻ വന്നപ്പോൾ രണ്ട് വിസിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. അത് സഹോദരന്മാർ യോസെഫിനെ കാണുവാൻ വരുമ്പോൾ രണ്ട് വിസിറ്റ് ഉണ്ടായിരുന്നു, രണ്ട് സന്ദർശനം ഉണ്ടായിരുന്നു. ഒന്നാമത്തെ സന്ദർശന വേളയിൽ സഹോദരന്മാർ യോസെഫിനെ കാണുവാൻ വേണ്ടി വന്നപ്പോൾ ആ സഹോദരന്മാർക്ക് യോസെഫിനെ മനസ്സിലായില്ല. ഇത് ഞങ്ങളുടെ ബ്രദർ, ഇത് ഞങ്ങളുടെ സഹോദരൻ യോസെഫ് എന്ന് ഒന്നാമത്തെ വിസിറ്റിൽ സഹോദരന്മാർക്ക് ഒന്നാമത്തെ സന്ദർശന വേളയിൽ മനസ്സിലായില്ല. എക്സാക്ട്ലി അത് തന്നെ യേശു കർത്താവിൽ സംഭവിക്കുകയുണ്ടായി. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് സ്വന്തം ജനത്തിന്റെ മധ്യത്തിലാണ് വന്നത്. യോഹന്നാൻ 1:11 പറയുന്നു, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. എക്സാക്ട്ലി ദാനിയേൽ പ്രവചിച്ചിരുന്ന അതേ നാളിൽ കഴുതക്കുട്ടിയുടെ പുറത്ത് ദൈവത്തിന്റെ കുഞ്ഞാട് കടന്നു വരികയുണ്ടായി. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ദാനിയേൽ പറഞ്ഞ ദിവസമായിരുന്നു അത്, ദാനിയേൽ പ്രവചിച്ച ദിവസം. സ്തോത്രം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഇന്ന് നീ അറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. ഇന്നലെ എന്നല്ല, നാളെ എന്നല്ല, ഇന്ന് നീ അറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. അന്ന് ഇസ്രായേൽ രാഷ്ട്രം എഴുന്നേറ്റ് നിന്ന് യേശുവിനെ മെസ്സിഹായെ രണ്ട് കൈയും കൊണ്ട് അതേ സ്വീകരിക്കേണ്ട ദിവസമാണ്. സ്തോത്രം. പക്ഷേ അവരുടെ കണ്ണടഞ്ഞു, അവർ യേശുവിനെ കണ്ടില്ല. ഞാൻ മറ്റൊരു ആംഗിളിൽ പറയട്ടെ, നിന്റെ സ്വന്തം ജനം പലപ്പോഴും നിന്നെ കാണത്തില്ല, നിന്റെ കുടുംബക്കാർ നിന്നെ തിരിച്ചറിയത്തില്ല, അവർ നിന്നെ അംഗീകരിക്കത്തില്ല. എന്നാൽ മറ്റുള്ളവർ നിന്നെ തള്ളുമ്പോൾ താങ്ങുന്ന ഒരു കർത്താവുണ്ട്. സ്വന്തം ജനം യേശുവിനെ തള്ളിയത് കൊണ്ട് ഇന്ന് രാത്രി മെശിഹാ തമ്പുരാനെ, രക്ഷകനെ, ഉടമസ്ഥനെ, നല്ല ഇടയനെ, അത്ഭുത മന്ത്രിയെ, വീരനാം ദൈവത്തെ, നിത്യപിതാവിനെ, സമാധാന പ്രഭുവിനെ, ദൈവത്തിന്റെ കുഞ്ഞാടിനെ, ശാലോല പനിത പുഷ്പത്തെ, താഴ്വരയിലെ താമര പൂവിനെ നിനക്ക് ലഭിക്കുകയുണ്ടായി. യേശുവിനെ നിനക്ക് ലഭിച്ചത് അവർ അവനെ തള്ളിയത് കൊണ്ടാണ്. വേദപുസ്തകം പറയുന്നു, സ്തോത്രം, ഒന്നാമത്തെ വരവെങ്കിൽ അവർക്ക് സ്തോത്രം യോസെഫിനെ മനസ്സിലായില്ല. സെയിം തിങ് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് തൻ്റെ ഒന്നാമത്തെ വരവെങ്കിൽ ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ സ്തോത്രം അവനെ മനസ്സിലാകാത്തവർ വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്ക എന്ന് പറഞ്ഞ് അവനെ ക്രൂശിച്ചു. ഒന്നാമത്തെ വരവെങ്കിൽ യേശുവിനെ മനസ്സിലായില്ല. ഒന്നാമത്തെ വരവെങ്കിൽ സഹോദരന്മാർക്ക് യോസെഫിനെ മനസ്സിലായില്ല. പക്ഷെ ഇന്ന് രാത്രി പള്ളിമുക്കുകൾക്ക് രണ്ടാമത്തെ വരവെങ്കിൽ ഓ കമാൺ, നിങ്ങൾ മിണ്ടുന്നില്ല. രണ്ടാമത്തെ വിസിറ്റിൽ, രണ്ടാമത്തെ വരവെങ്കിൽ യോസെഫിന്റെ സഹോദരന്മാർ പറഞ്ഞു, ഇത് നമ്മുടെ സഹോദരൻ യോസെഫ്. രണ്ടാമത്തെ വരവെങ്കിൽ അവർക്ക് യോസെഫിനെ തിരിച്ചറിവാൻ അതേ കൃപ ലഭിച്ചു. രണ്ടാമത്തെ വരവെങ്കിൽ അവർക്ക് മനസ്സിലായി, ഇത് നമ്മുടെ സഹോദരൻ യോസെഫാണ്. അതേ, രണ്ടാമതായി യേശു കർത്താവ് വീണ്ടും വരുന്ന, നിങ്ങൾ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, യേശു വേഗം വരുന്നു. യുണൈറ്റഡ് നേഷന് ചെയ്യാൻ കഴിയാത്തത് സാധിപ്പാൻ യേശു വേഗം വരുന്നു. ഡൊണാൾഡ് ട്രംപിന് ചെയ്യാൻ കഴിയാത്തത് സാധിപ്പാൻ യേശു വേഗം വരുന്നു. ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഇസ്രായേലി അതേ പ്രധാനമന്ത്രിക്ക് ചെയ്യാൻ കഴിയാത്തത് സാധിപ്പാൻ യേശു വേഗം വരുന്നു. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ ഒരുങ്ങിയിട്ടുണ്ട്? എത്ര
എത്ര പേർ പ്രത്യാശയോടെ കാത്തിരിക്കുന്നുണ്ട്? ഇത് നോർത്ത് ഇന്ത്യ പറഞ്ഞെങ്കിൽ ജനം മുഴുവൻ പണ്ടേ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. ഇത് വേറെ വല്ലയിടത്ത് പറഞ്ഞെങ്കിൽ ജനം എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. കമാൻ, യേശു വേഗം വരുന്നു. ഹല്ലേലൂയ. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേര്. ഒരിക്കൽ കൂടെ, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേര്. ഇരു കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ച്. കർത്താവ് യേശു വേഗം വരുന്നു. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് പണ്ട് വന്നതുപോലെ അല്ല ഇനി യേശു വരുവാൻ വേണ്ടി പോകുന്നത്. കേക്ക് കേക്ക് കേക്ക്, എന്നെ ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിക്ക്. അന്ന് വന്നതുപോലെയല്ല ഇനി യേശു വരുവാൻ വേണ്ടി പോകുന്നത്. ഇനി യേശു വരുന്നത് പണ്ട് വന്നതുപോലെയല്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് അന്നവൻ വന്നത് ചെറിയ ശിശുവായി വന്നു. എന്നാൽ ഇനി അവൻ വരുന്നത് രാജാതി രാജാവായി. യേശു വീണ്ടും വരുവാൻ വേണ്ടി പോകുന്നു. യെസ് 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 യെസ്, ഇനി രാജാതി രാജാവായി. ഓ കമാൺ, അവൻ യേശു വീണ്ടും വരുവാൻ വേണ്ടി പോകുന്നു. അന്ന് യേശു കർത്താവ് ശിശുവായി വന്നപ്പോൾ ബെത്ലഹേമിലെ ആ ചെറിയ പുൽത്തൊഴുത്തിൽ എല്ലാവരും കുനിഞ്ഞു നോക്കി. ബെത്ലഹേമിലെ ചെറിയ പുൽത്തൊഴുത്തിൽ എല്ലാവരും കുനിഞ്ഞു നോക്കി. എന്നാൽ ഇനി യേശു കർത്താവ് കടന്നു വരുമ്പോൾ മധ്യാകാശത്തിൽ മഹത്വ പ്രത്യക്ഷതയിൽ യേശു രാജാവായി വരുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഉൾപ്പെടെ സകലരും തല ഉയർത്തി നോക്കുവാൻ പോകുന്നു. 2000 വർഷങ്ങൾക്കും അന്ന് ദൈവത്തിന്റെ കുഞ്ഞാടായ യേശു കർത്താവ് കടന്നു വന്നു. എന്നാൽ ഇനി അവൻ വരുന്നത് യഹൂദാ ഗോത്രത്തിന്റെ സിംഹമായി അവൻ വേഗം വരുവാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ശബ്ദം ഉയർത്തി ആമേൻ പറഞ്ഞാണ്. യേശുവിന്റെ രക്തത്താൽ ജയ. താങ്ക് യു ലോർഡ്. അതേ സ്കെയിൽ തന്നാൽ മതി, ആദ്യം തന്ന സ്കെയിൽ, നോ പ്രോബ്ലം. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് യേശു കർത്താവ് പാപികൾക്ക് വേണ്ടിയാണ് കടന്നു വന്നത്. അന്ന് വന്നത് യേശു പാപികൾക്ക് വേണ്ടിയാണ് വന്നത്. സങ്കീർത്തനം 50:5 പറയുന്നു, ഇനി അവൻ വരുന്നത് പാപം കൂടാത്തവർക്കായി. യേശു വേഗം വരുവാൻ വേണ്ടി പോകുന്നു. നിന്റെ പിന്മാറ്റത്തിൽ നിന്ന് പുറത്തു വാ, പ്രാർത്ഥന കുറവിൽ നിന്ന് പുറത്തു വാ. വേദപുസ്തകം വായിക്കാത്തവനെ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വാ. ചർച്ചിൽ കയറാത്തവനെ, പാപത്തെ ലോകത്ത് ഉപേക്ഷിച്ച് ദൈവ കൃപയിലേക്ക് വാ. ഇന്ന് രാത്രി നിനക്കുള്ള അവസാനത്തെ അലാമാണിത്. രാത്രി നീ കേൾക്കുന്ന അവസാനത്തെ വാണിംഗാണിത്, മുന്നറിയിപ്പാണ് ഇത്. അതെ, നിന്റെ കണ്ണ് വിശുദ്ധമായിരിക്കട്ടെ, നിന്റെ ചിന്ത വിശുദ്ധമായിരിക്കട്ടെ, നിന്റെ കൊടുക്കൽ വാങ്ങൽ വിശുദ്ധമായിരിക്കട്ടെ, നിന്റെ രഹസ്യ പരസ്യ ജീവിതം വിശുദ്ധമായിരിക്കട്ടെ, നിന്റെ കുടുംബ ജീവിതം വിശുദ്ധമായിരിക്കട്ടെ. കാരണം വിശുദ്ധന്മാരെ ചേർപ്പാൻ, നിങ്ങൾ മിണ്ടുന്നില്ല, വിശുദ്ധന്മാരെ ചേർപ്പാൻ യേശു കർത്താവ് വീണ്ടും വരുന്ന. അന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് വന്നപ്പോൾ കഴുതക്കുട്ടിയുടെ പുറത്താണ് കർത്താവ് വന്നത്. കഴുതക്കുട്ടിയുടെ പുറത്താണ് യേശു യെരൂശലേമിൽ പ്രവേശിച്ചത്. പക്ഷെ ഇനി യേശു കർത്താവ് വരുമ്പോൾ വെളുത്ത കുതിരയുടെ മേലായിരിക്കും യെരൂശലേമിൽ പ്രവേശിപ്പാൻ പോകുന്നത്. 2000 വർഷങ്ങൾക്കും അന്ന് യേശു കർത്താവ് വന്നപ്പോൾ പത്രോസ് യേശു കർത്താവിനെ തള്ളി പറഞ്ഞു, യൂദാവിനെ കാണിച്ചു കൊടുത്തു. ഹെരോദാവ് യേശുവിനെ കളിയാക്കി. സ്തോത്രം. അതേ, പിലാത്തോസ് അവനെ ചോദ്യം ചെയ്തു. പക്ഷെ ഇനി യേശു കർത്താവ് കടന്നു വരുമ്പോൾ സകല രാജാക്കന്മാരും നേതാക്കന്മാരും പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും യേശുവിന്റെ മുൻപിൽ വിറച്ചും കൊണ്ട് മൂട്ടുമടക്ക്. കാരണം വന്നിരിക്കുന്നത് രാജാക്കന്മാരുടെ രാജാവാണ്, കർത്താക്കന്മാരുടെ കർത്താവാണ്, നേതാക്കന്മാരുടെ നേതാവാണ്. ഇതാ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ അവന്റെ തലയിൽ ഒരു മുൾക്കിരീടം ഉണ്ടായിരുന്നു. എന്നാൽ വെളിപ്പാട് പുസ്തകം പറയുന്നു, ഇനി അവൻ കടന്നു വരുമ്പോൾ കിരീടങ്ങൾക്ക് മീതെ കിരീടം, കിരീടങ്ങൾക്ക് മീതെ കിരീടം. കാരണം അവൻ രാജാതി രാജാവ്, അവൻ കർത്താതി കർത്താവ്. അന്ന് വന്നപ്പോൾ അവൻ ക്രൂശിൽ കിടപ്പാൻ അന്ന് വന്നു. എന്നാൽ ഇനി അവൻ വരുന്നത് തന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ യേശു വേഗം വരുവാൻ വേണ്ടി പോകുന്നു. തന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ 1000 ആണ്ട് യേശു ഇരിക്കുവാൻ പോകുന്നു, ഇരുന്ന് ഭരിപ്പാൻ വേണ്ടി പോകുന്നു.
ഒരു ശക്തിക്കും യേശുവിനെ തടയുവാൻ കഴിയത്തില്ല. സുനാമി ഇല്ലാത്ത 1000 ആണ്ട്, ക്ഷാമമില്ലാത്ത 1000 ആണ്ട്, പ്രകൃതിക്ഷോഭമില്ലാത്ത 1000 ആണ്ട്, കൊറോണ ഇല്ലാത്ത 1000 ആണ്ട്, അതേ തീവ്രവാദികൾക്ക് ചലിപ്പാൻ കഴിയാത്ത 1000 ആണ്ട്, മന്ത്രവാദികളെ വായി അടഞ്ഞിരിക്കുന്ന 1000 ആണ്ട്, ദുർഭൂത മണ്ഡലങ്ങൾ പാരലൈസ് ചെയ്തിരിക്കുന്ന 1000 ആണ്ട്. യേശു കർത്താവ് വേഗം കടന്നു വരുവാൻ വേണ്ടി പോകുന്നു. എത്ര പേര് രാത്രി കണ്ണുകൾ അടച്ച് 2 കരങ്ങളെ ഉയർത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയും, അതാപ്പാ അങ്ങയുടെ വരവിന് വേണ്ടി എന്നെ ഒരുക്കണമേ. ഈ ഗ്രൗണ്ടിലായിരിക്കുന്ന എല്ലാവരും നിങ്ങളെ മുന്നിലേക്ക് വിളിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ സമയമില്ലല്ലോ. 2 കരങ്ങളെ ഉയർത്തി കണ്ണുകൾ അടച്ച് ശബ്ദം ഉയർത്തി എല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ വിളിച്ചു പറഞ്ഞാട്ടെ, കർത്താവേ കർത്താവേ, ഞാൻ കൈവിടപ്പെട്ടു പോകാൻ പാടില്ല. അങ്ങ് കടന്നു വരുമ്പോൾ ഞാൻ കൈവിടപ്പെട്ടു പോകാൻ പാടില്ല. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാവളധ്വനിയോടും കൂടെ കടന്നു വരുമ്പോൾ ഞാൻ കൈവിടപ്പെട്ടു പോകാൻ പാടില്ല. എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ രക്ഷിക്കണമേ, എന്നെ കൃപയാൽ രക്ഷിക്കണമേ, എന്നെ കൃപയാൽ രക്ഷിക്കണമേ. നിലവിളിച്ചു പ്രാർത്ഥിക്കുക. പിന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരുടെ ശബ്ദം ഉയരട്ടെ. ആ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരുടെ ശബ്ദം പിന്നിൽ നിൽക്കുന്നവരും കേൾക്കട്ടെ. കമാ, ഈ ഗ്രൗണ്ടിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും നിലവിളിച്ചുള്ള പ്രാർത്ഥന സ്വരം ഉയരട്ടെ. ശബ്ദം ഉയർത്തി എല്ലാ സഹോദരന്മാർ പ്രാർത്ഥിച്ച്, കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ച്, അപ്പാ ഞാൻ കൈവിടപ്പെടാൻ പാടില്ല. അപ്പച്ചായ എന്നെ കഴുകണമേ, അങ്ങയുടെ രക്തത്താൽ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് എന്നെ രക്തത്താൽ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. പിന്മാറ്റത്തിലായിരിക്കുന്നവർ മടങ്ങി വരുന്ന രാത്രി, പാപത്തെ എറിഞ്ഞു കളയുന്ന രാത്രി, ലോക സ്നേഹത്തിൽ നിന്ന് പുറത്തു വരുന്ന രാത്രി, രഹസ്യ പാപത്തിൽ നിന്ന് ദൈവ സ്നേഹത്തിലേക്ക് മടങ്ങി വരുന്ന രാത്രി. കമാൺ, നിലവിളിച്ചു പ്രാർത്ഥിക്കുക. 2 കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി ഇപ്പോൾ തന്നെ അങ്ങയുടെ ശക്തിയേറിയ വലിയ സാന്നിധ്യം ഈ ജനത്തിന്മേൽ ഈ രാത്രി ഒരിക്കൽ കൂടെ അവിടെ നിന്ന് പകരുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. മതിയപ്പാ, പാപത്തിന്റെ കെട്ടുകൾ, പാപത്തിന്റെ കിനാവള്ളികൾ അവനെ വരിഞ്ഞു മുറുകിയത് മതി. ഇന്ന് രാത്രി യേശുവിന്റെ രക്തം സകല പാപവും പോക്കി അവരെ ശുദ്ധീകരിക്കും. പാപക്കെട്ടുകൾ തകരട്ടെ, പാപത്തിന്റെ സ്വാധീനങ്ങൾ വിട്ടുപോകട്ടെ, മദ്യപാനത്തിന്റെ സ്വാധീനങ്ങൾ വിട്ടുപോകട്ടെ, പോർണോഗ്രഫിയുടെ അശ്ലീല ചിത്രത്തിന്റെ സ്വാധീനങ്ങൾ വിട്ടുപോകട്ടെ. ജീസസ്, കമ്പ്യൂട്ടറിൽ ഫോണിൽ അശ്ലീലത കാണുന്ന ദുഷിച്ച സ്വഭാവങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അവരുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കും, നോട്ടങ്ങളെ വിശുദ്ധീകരിക്കും, വിരലുകളെ വിശുദ്ധീകരിക്കും, കൈകളെ വിശുദ്ധീകരിക്കും, അകവും പുറവും വിശുദ്ധീകരിക്കും. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് അരുളി ചെയ്ത കർത്താവേ, നിന്റെ ജനത്തെ വിശുദ്ധീകരിക്കാൻ കർത്താവേ, അങ്ങയുടെ വരവിനായി ഒരുക്കം. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. എല്ലാ രോഗക്കെട്ടുകൾ ഇന്ന് രാത്രി അഴിയട്ടെ, എല്ലാ ക്യാൻസറുകൾ ഇന്ന് രാത്രി അഴിയട്ടെ, എല്ലാ ബലഹീനതകൾ ഇന്ന് രാത്രി വിട്ടുപോകട്ടെ, എല്ലാ ഫൈബ്രോയിഡും ട്യൂമറുകളും, എല്ലാ പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് എന്നോട് പറയുന്നു, ഫൈബ്രോയിഡുകൾ മറയുന്നു, ട്യൂമറുകൾ മറയുന്നു. അങ്ങനെയുള്ളവരെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുന്നു. ചലനമറ്റിരിക്കുന്നത് പോലെ തളർന്നിരിക്കുന്ന കൈകാലുകൾ, ശരീരവയവങ്ങൾ ഇന്ന് രാത്രി ജീവൻ പ്രാപിക്കുന്ന എല്ലാ വിധത്തിലുള്ള വാദരോഗക്കെട്ടുകൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ തകരുന്നു. വാദരോഗങ്ങൾ വിട്ടുപോകുന്നു, കുടൽ രോഗങ്ങൾ മാറിപ്പോകുന്നു, കിഡ്നി സ്റ്റോണുകൾ യേശുവിന്റെ നാമത്തിൽ പുറത്തു വരുന്നു. ഏറ്റെടുത്താട്ടെ. നിന്റെ ഓപ്പറേഷൻ ക്യാൻസൽ ആകുകയാണ്. ഒരു സാക്ഷ്യം നിന്നിൽ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ഉച്ചം തല മുതൽ പാദം വരെ സൗഖ്യത്തിന്റെ ശക്തി യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി വ്യാപരിക്കുന്നു. സൗഖ്യ സാന്നിധ്യം വ്യാപരിക്കുന്നു. കുഞ്ഞുങ്ങളെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുന്നു, മുതിർന്നവരെ കർത്താവ് സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. ആ പിതാവ് സൗഖ്യമാകട്ടെ, ആ മാതാവ് സൗഖ്യമാകട്ടെ. ചില കുടുംബമായി ചിലർ സൗഖ്യമാകട്ടെ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്നാൽ ചെയ്ത സൗഖ്യത്തിന്റെ സാന്നിധ്യം, സൗഖ്യത്തിന്റെ കർത്താവിന്റെ സാന്നിധ്യം ഈ ജനത്തിന്മേൽ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. സകല രോഗശക്തികളോട് അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുവാൻ ഞാൻ കൽപ്പിക്കുന്നു. രോഗങ്ങൾ മറയട്ടെ, ബലഹീനതകൾ നീങ്ങട്ടെ. ഉച്ചം തല മുതൽ പാദം വരെ ദൈവിക സൗഖ്യം വ്യാപരിക്കട്ടെ. വിടുതലിനായി സ്തോത്രം, സൗഖ്യത്തിനായി സ്തോത്രം, അനുഗ്രഹത്തിനായി സ്തോത്രം, ദൈവപ്രവൃത്തിക്കായി സ്തോത്രം.
ആ രോഗങ്ങൾ ഇവിടെ ഇല്ലല്ലോ, അതിനായി സ്തോത്രം. ആ വേദനകൾ മാറിയതിനായി സ്തോത്രം. ആ ബലഹീനതകൾ നീങ്ങിയതിനായി സ്തോത്രം. നിഷ്കാസനം ചെയ്ത ആ രോഗശക്തികൾ ആ ശരീരങ്ങളിൽ നിന്ന് എന്നേക്കുമായി നീങ്ങിപ്പോയ കൃപയ്ക്കായി സ്തോത്രം. എല്ലാ മഹത്വം അങ്ങേക്ക്. രണ്ട് കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിങ്ങൾക്ക് തരുന്നു. നസ്രേന യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കുക, ഇപ്പോൾ വിടുതൽ പ്രാപിക്കുക. രണ്ട് കരങ്ങളെ സ്വന്തം മാർവോട് ചേർത്ത് വെച്ചാട്ടെ. രണ്ട് കരങ്ങളെ സ്വന്തം മാർവോട് ചേർത്ത് വെച്ചാട്ടെ. താങ്ക് യു ജീസസ്. ആരും കുനിഞ്ഞു നിൽക്കരുത്, സ്വർഗ്ഗത്തിലേക്ക് നോക്കിയാട്ടെ. രണ്ട് കരങ്ങളെ സ്വന്തം മാർവോട് ചേർത്ത് വെച്ചാട്ടെ. ആരും കുനിഞ്ഞു നിൽക്കരുത്. കീപ് യുവർ ബോത്ത് ഹാൻഡ്സ് അപ്പോൺ യുവർ ചെസ്റ്റ്. പർപ്പസ്ലി ക്ലോസ് യുവർ ഐസ് ആൻഡ് കീപ് യുവർ ബോത്ത് ഹാൻഡ്സ് അപ്പോൺ യുവർ ചെസ്റ്റ്. രണ്ട് കരങ്ങളെ സ്വന്തം മാർവോട് ചേർത്ത് വെച്ച് ആരും കുനിഞ്ഞു നിൽക്കരുത്, സ്വർഗ്ഗത്തിലേക്ക് നോക്കിയാട്ടെ. രാത്രി പറയുന്ന ഞാൻ ഉൾപ്പെടെ എല്ലാവരും തീരുമാനിക്കണം, ഞാനൊരു 5-ാം സുവിശേഷമാണ്. എൻ്റെ ലൈഫിൽ എത്ര തീയാണെങ്കിലും, എത്ര വെള്ളമാണെങ്കിലും, എത്ര തകർച്ചയാണെങ്കിലും, എത്ര ഉയർച്ചയാണെങ്കിലും, യേശു എന്നിലൂടെ വെളിപ്പെടണം. യേശു എന്നിലൂടെ വെളിപ്പെടണം. യേശുവിൻ്റെ നാമം എന്നിലൂടെ മഹത്വം എടുക്കണം. യേശു സംഘടനയല്ല, ഒരു ദൈവദാസനല്ല, ഒരു ഐഡിയ അല്ല, ഒരു ഐഡിയോളജി അല്ല. യേശു എന്നിലൂടെ വെളിപ്പെടണം. യേശു എന്നിലൂടെ വെളിപ്പെടണം. രണ്ട് കരങ്ങൾ മാറോട് ചേർത്ത് വെച്ച് സ്വർഗത്തിലേക്ക് നോക്കി നിലവിളിച്ച് പറ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. യേശുവിനെ സ്നേഹിക്കുന്നവന് യേശുവിൻ്റെ കൽപ്പന അനുസരിക്കും. യേശുവിനെ സ്നേഹിക്കുന്നവന് യേശുവിൻ്റെ കൽപ്പന അനുസരിക്കും. ഞാൻ ആവർത്തിക്കുന്നു, യേശുവിനെ സ്നേഹിക്കുന്നവന് യേശുവിൻ്റെ കൽപ്പന അനുസരിക്കും.